முத்தங்கள் தருவாய கோபம் கொள்கையிலும் இறங்க வைக்குதடி மீண்டும் ஒரு முறை நீ கோபத்தில் பார்ப்பாய ஆலை கொள்ளும் அழகே நிழல் கூட அழகின் நகலே ஒரு நாளும் குறையாதோ புது போதை கண்ணோரம் தந்தாயே. മോളെ, നീ അവിടെ എത്തിയോ? ഇതാ ഞാൻ പറഞ്ഞേ, കണ്ടില്ലേ, അവന് നിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുണ്ടാവില്ല. എന്റെ പൊന്നു മമ്മി, നിങ്ങളിങ്ങനെ ടെൻഷൻ ആവാതെ. ഞാനിവിടെ എത്തിയെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഞാൻ പിന്നെ വിളിക്കാം. கொஞ்சம் பார்த்து விடு, கொஞ்சம் பேசி விடு என்று என் விழிகள் ஐயோ என திட்ட கோடை கால மழை வந்து போன பின்னும் சாலையோரம் மரம் தன்னாலே நீ சொட்ட என்னை தாக்கும் புயலே. ഇയാളേതാ? എനിക്ക് അഡ്രസ് മാറിയോ? ഇത് തന്നെയല്ലേ വീട്? വാമി, നീ എത്തിയോ? ആ, നീ എന്താ വാമി ഇങ്ങനെ നോക്കുന്നേ? നേരത്തെ എത്തിയോ നീ? ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. ആണോ? ഇപ്പൊ സമയം എത്രയായി ഏട്ടാ? ഓ ഷിറ്റ്, സമയം വൈകിയല്ലേ. സോറി മോളെ, ഞാൻ ഇന്നലെ കിടക്കാൻ ലേറ്റായി, അതുകൊണ്ടാ എണീക്കാൻ വൈകിയേ. ഓ, എനിക്കറിയാലോ, നേരത്തെ കിടന്നാലും എന്റെ ഏട്ടൻ എഴുന്നേക്കാൻ നേരം വൈകുമെന്ന്. ഒന്നും പറയണ്ട. ഏട്ടൻ ഇന്നെങ്കിലും നേരത്തെ എണീറ്റ് എന്നെ കൊണ്ടുവരാൻ വരുമെന്ന് വിചാരിച്ചു. കഷ്ടമുണ്ട് കേട്ടോ, ഞാൻ എത്ര വിളിച്ചു. ഈ അഡ്രസ് എന്റെ കയ്യിലില്ലെങ്കിൽ ഞാൻ വട്ടം ചുറ്റിയേനെ. സോറി മോളെ, ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കും കേട്ടോ. അല്ല, നീ എങ്ങനെയാ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നേ? ഞാൻ ടാക്സി പിടിച്ചാ വന്നേ. ഭാഗ്യത്തിന് അഡ്രസ് കാണിച്ചു കൊടുത്തപ്പോ അയാൾക്ക് ഈ വില്ല അറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അത് ശരി, നിനക്ക് അതിനൊക്കെ ഉള്ള ധൈര്യം ഉണ്ടായിരുന്നോ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ അമ്മ കൂടെ വേണമായിരുന്നല്ലോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലോ. നീ ഇങ്ങ് വാ, ഞാൻ എല്ലാം ശരിയാക്കിക്കോളാന്ന് പറഞ്ഞ് വന്നന്ന് എന്നെ വഴിയിലാക്കി അല്ലേ? ഞാൻ പറഞ്ഞില്ലേ എഴുന്നേക്കാൻ ലേറ്റ് ആയോണ്ടാ, അല്ലെങ്കിൽ ഞാൻ വന്ന് പിക്ക് ചെയ്യില്ലേ? ആരോ? ഞാൻ ഇറങ്ങുവാ. എങ്ങോട്ട് പോന്നു? നീ ഇപ്പൊ വന്നേലുള്ളൂ. മാത്രല്ല നമ്മൾ ഒരുമിച്ച് പോവാൻ നിൽക്കുവല്ലേ? ഇല്ല, എനിക്ക് അർജന്റായിട്ടൊരു സ്ഥലം വരെ പോവാനുണ്ട്. നീ ഏതായാലും ഇവിടത്തെയൊക്കെ കഴിഞ്ഞിട്ടങ്ങ് വാ. ഏട്ടാ, ആ പോയത് ആരാ? ഓ, അവനോ? നിനക്ക് അവനെ മനസ്സിലായില്ലേ? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ദർശൻ. ഓ, ഇതാണോ കക്ഷി? എനിക്ക് ഏട്ടൻ പറഞ്ഞറിയാന്നല്ലാതെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായില്ല. അത് ശരി. അല്ല മോളെ, നീ ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ടോ അതോ മൺഡേയോ? ഇല്ലില്ല, ഇന്നെന്തായാലും വരുന്നില്ല. നല്ല ടയർഡാ. നാളെ 2 ദിവസം ലീവല്ലേ. ഞാൻ മൺഡേ തൊട്ട് ജോയിൻ ചെയ്തോളാം. അതന്നെ നല്ലത്. നീ ഒരു കാര്യം ചെയ്യ്, പോയി ഫ്രഷ് ആയിട്ട് വാ. നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് നിന്നെ ഇവിടെ തിരിച്ചാക്കിയിട്ട് വേണം എനിക്ക് കോളേജിലോട്ട് പോവാൻ. ഇപ്പൊ തന്നെ ലൈറ്റായി. മോളെ, അമ്മ വീണ്ടും വീണ്ടും പറയാ, പുതിയ സ്ഥലവാ, പുതിയ കോളേജാ, ഇവിടത്തെ പോലെയൊന്നും ആവില്ല. നീ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. മമ്മി ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ഞാനിവിടെ തനിച്ചൊന്നും അല്ലല്ലോ. ഏട്ടനില്ല എന്റെ കൂടെ, പിന്നെന്താ? അവനെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത്. അവനൊരൊറ്റ ഒരാള് കാരണ നീ ഇപ്പൊ അങ്ങോട്ട് പോയേ. എനിക്കൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു കൊണ്ടുപോയതാ. ഇപ്പൊ എന്തായി? അവനെ ഒന്ന് കാണട്ടെ, ഞാൻ കൊടുക്കുന്നുണ്ടെന്ന്. ഏട്ടൻ ഉറങ്ങിപ്പോയതാ അമ്മേ. ഞാനിവിടെ വരുമ്പോ എന്നെ കൊണ്ടുവരാൻ വരാൻ നിൽക്കുമായിരുന്നു. അതൊക്കെ വിട്ടെ. പപ്പ ഇവിടെ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട് മോളെ. നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുമായിരുന്നു. നീ മൺഡേ തൊട്ടല്ലേ ജോയിൻ ചെയ്യുന്നേ? ഹാ പപ്പ. അല്ല, എന്റെ മോനെന്ന് പറയുന്നവൻ എന്തേ? അവനടുത്തുണ്ട്, ഒന്ന് കൊടുക്ക്. ഏട്ടൻ കുളിക്കുവാ അമ്മേ. എങ്കിൽ ശരി, ഞാൻ നാളെ വിളിക്കാവേ. ഗുഡ് നൈറ്റ് പപ്പ. ഗുഡ് നൈറ്റ് മമ്മി. ഓക്കേ മോളു, ഗുഡ് നൈറ്റ്. ഓക്കേ, നീ ഞാൻ പറഞ്ഞൊന്നും മറക്കണ്ട കേട്ടോ.
എന്റെ പൊന്നു ലക്ഷ്മി, നീ അതൊന്ന് വെച്ചേ. ആ കൊച്ചിനൊരു സമാധാനവും കൊടുക്കാതെ. നിങ്ങൾക്ക് എങ്ങനെയാ മനുഷ്യ ഇങ്ങനെ പറയാൻ കഴിയുന്നേ? അവളോടൊന്നും പോയപ്പോ തൊട്ട് എന്റെ സമാധാനമാ പോയെ. എന്റെ കൊച്ച് അങ്ങനെയൊന്നും പുറത്തിറങ്ങാത്തതാ. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇങ്ങനെയൊക്കെ തന്നെയല്ലടോ ഓരോന്ന് പഠിക്കുന്നേ. അല്ലാണ്ട് എല്ലാ കാലത്തും പെമ്മക്കളാണെന്ന് പറഞ്ഞ് കൂടുതലടച്ച് വളർത്താനൊന്നും പറ്റില്ല. ആ, അങ്ങനെ ഇപ്പൊ ഓരോന്ന് പഠിക്കണ്ട, എന്നിട്ട് ഓരോ ഏടാകൂടത്തിൽ ചെന്ന് ചാടാനോ? ഇതാണ് നിന്റെ പ്രശ്നം. നീ എല്ലാതും നെഗറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കൂ. അതുകൊണ്ടാ മോൾ ഇത്ര ഇൻട്രോവേർട്ട് ആയത്. ആയതല്ല, നീ ആക്കിയത്. നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറയണതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ കിടക്കാൻ പോവാ. അത് തന്നെ എനിക്കും പറയാനുള്ളേ. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. വാമി, നീ ഇതുവരെ റെഡി ആയില്ലേ? ഇല്ല ഏട്ടാ, ഫോൺ വിളിക്കുമായിരുന്നു. ആരാടി വിളിച്ച്? വീട്ടിൽ നിന്ന് മമ്മി വിളിച്ചയാ. ശരി, എന്നാ നീ വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. ഇപ്പൊ തന്നെ സമയം ലേറ്റ് ആയി. ശരി ഏട്ടാ, ഒരു 10 മിനിറ്റ്, ഞാനിപ്പോ വരാം. ഹായ്, ന്യൂക്കമ്മറാണോ? അതെ. അതെല്ലേ, ഞാനും അതെ. തന്റെ പേരെന്താടോ? വാമിക. വാമിക, നൈസ് നെയിം. ഞാൻ തന്നെ വാമിന്ന് വിളിക്കാം. തന്റെ വീട് എവിടാ? എന്റെ വീട് ട്രിവാൻഡ്രത്താ. ആഹാ, ഞാൻ പാലക്കാടാ. ഓ, തന്റെ പേരെന്താ? ആ, ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നല്ലേ. എന്റെ പേര് തനിഷ. തനുന്നാ വിളിക്കാം. താനും അങ്ങനെ വിളിച്ചോ. പിന്നെ വാമിയുടെ വീട്ടിലായിരിക്കുന്നുണ്ട്? എന്റെ വീട്ടിലോ? പപ്പ, മമ്മ, ഞാൻ, ഏട്ടൻ. നിന്റെ ഏട്ടൻ ഇവിടെയാണോ പഠിക്കുന്നേ? ആ, ഏട്ടൻ ഇവിടെയാ പഠിക്കുന്നേ. അതാ ഞാൻ ഇങ്ങോട്ട് പോന്നെ. അത് ശരി. അപ്പോ ആരവേട്ടനാണ് നിന്റെ ഏട്ടൻ അല്ലേ? ആ, എങ്ങനെ മനസ്സിലായി? അത് പിന്നെ ഞാൻ കണ്ടിരുന്നു നീ ആരവേട്ടന്റെ കൂടെ വരുന്നേ, അതുകൊണ്ട് പറഞ്ഞതാ. ഏട്ടൻ എങ്ങനെയാ അറിയാ? പരിചയമുണ്ടോ തനിക്ക്? വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ട്. ഇവിടെ NSSന് ജോയിൻ ചെയ്യാൻ വന്നപ്പോ ആരവേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്തേ. അങ്ങനെയുള്ളൊരു പരിചയം. ആരോ, നീ ഇന്നലെ എവിടെ ആയിരുന്നു? വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. അത് ഇവന്റെ കൂടെ ഇന്നലെ ക്ലബിലൊന്ന് പോയി. പിന്നെ എന്റെ സിസ്റ്റർ വന്നു. അതുകൊണ്ട് നൈറ്റുള്ള ഒരു പരിപാടിക്കും എന്നെ ഇനി കിട്ടുമെന്ന് തോന്നില്ല. ആഹാ, അവിടെ എത്തിയോ? എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലല്ലോ. ഓ, അത് ഞാൻ പറയാൻ വിട്ടു പോയതാടാ. എന്നിട്ട് ആളെവിടെ? ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയതാ. അവൾ അതിന് മാത്രം പരിചയപ്പെടാനൊന്നുമില്ല. ആളൊരു ഇൻട്രോവേർട്ടാ. ഇപ്പൊ ക്ലാസ് കയറി കാണുമെന്ന് അറിയില്ല. ഞാനൊന്ന് നോക്കട്ടെ. ആ, വാമി മോളെ ഇങ്ങ് വന്നേ. ഏട്ടൻ എന്തിനാ എന്നെ വിളിച്ചേ? ആ, അത് പിന്നെ മോളെ, ഇതൊക്കെ എന്റെ ഫ്രണ്ട്സാ. അവർക്ക് നിന്നെ ഒന്ന് പരിചയപ്പെടണോന്ന്. മോളെ, ഇത് രാഹുൽ, അത് അക്ഷയ്, മനു, പിന്നെ അറിയാലോ ഇതെന്റെ ദർശൻ. ഹായ്. വാമിയുടെ ഫുൾ നെയിം എന്താ? എന്താ വാമി ഒന്നും മിണ്ടില്ലേ? അവള് പറഞ്ഞിട്ട് നിങ്ങളൊന്നും അറിയാൻ പോകുന്നില്ല. അവളുടെ പേര് വാമിക. ഞാൻ പറഞ്ഞില്ലേ, അവള് പക്ക ഇൻട്രോവേർട്ടാ. അങ്ങനെ പെട്ടെന്നൊന്നും സംസാരിക്കില്ല മക്കളെ. അതൊക്കെ അവള് പയ്യൻ വേണ്ടി തുടങ്ങിക്കോളൂ. ആരവേ, നീ നോക്കിക്കോ. അവളുടെ ചേട്ടന്റെ കൂട്ടുകാരെന്ന് വെച്ചാ അവക്ക് ചേട്ടന്മാര് തന്നെയല്ലേ ഞങ്ങള്, അല്ലേ മാമി? അതൊക്കെ കാണാം. അല്ല, ഇതാരാ മോളെ? മോളുടെ പുതിയ ഫ്രണ്ടാ? അപ്പോഴേക്കും പുതിയ കൂട്ടൊക്കെ കിട്ടിയോ? ഹായ് ഏട്ടാ, ഞാൻ ഇപ്പൊ പരിചയപ്പെട്ടതാ. ഹായ്, ഞാൻ തനിഷ. ആരവേട്ടൻ എന്നെ ഓർമ്മയില്ലേ? കഴിഞ്ഞ വീക്കില് NSSന് ചേരാൻ വേണ്ടി വന്നപ്പോ ഏട്ടനെ എന്നെ ഹെൽപ്പ് ചെയ്തേ. ആ, തനിഷ, ഓർമ്മയുണ്ട്. അല്ല മാമി,
നിനക്ക് കോളേജൊക്കെ ഇഷ്ടായോ? ആഹാ, ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ. എന്തെങ്കിലും വാ തുറന്ന് പറ. ഞങ്ങള് സീനിയേഴ്സ് സംസാരിച്ചാ അതിന് മറുപടി പറയണം, അല്ലെങ്കിൽ നല്ല പണിഷ്മെന്റ് കിട്ടുവേ. മതിയേടാ അവന്റെ ഒരു സീനിയർ കളി. ദർശ്, നീ എവിടെ പോകുന്നു? ഞാൻ ക്ലാസ് കാണും. നിങ്ങളുടെ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങ് വന്നാ മതി. ദർശ്, നീ എങ്ങോട്ടാ ഈ പോകുന്നേ? അവിടെ നിക്ക്. അല്ലെങ്കിലും അവന് നീ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നു പറ്റില്ലല്ലോ. ചെല്ല്. എടാ ഇനി അങ്ങോട്ട് എടുക്കലേ, അങ്ങനെയൊന്നുമില്ല. എന്നാ മോളെ, നിങ്ങൾ ക്ലാസ്സിലോട്ട് ചെല്ല്. Hey, what are you doing? Don't you know smoking is not allowed here? ഈ ക്യാമ്പസ് തന്റെ തന്തയുടെ വകയാണോ? അല്ലല്ലോ, എനിക്ക് തോന്നിയതുപോലെ ഞാൻ ചെയ്യും. താൻ തന്നെ പണി നോക്ക്. എന്താടി? എന്താണോ? ഞാനിവിടെ ഒറ്റക്കാണെന്ന് അറിയില്ല ഏട്ടന്. എന്നിട്ട് ഇപ്പോഴാണ് കയറി വരുന്നത്? ആ, അതിന് ഞാൻ നേരത്തെയാണല്ലോ ഇന്ന് വന്നേ. ഓഹോ, അപ്പൊ ഇതിലും ലേറ്റ് ആയിട്ടാണ് എന്നും വരാറ് അല്ലേ? ഏയ്, അങ്ങനെയൊന്നുമല്ല, ഞാൻ നേരത്തെ വരാറുണ്ട്. വേണ്ട, ഒന്നും പറയണ്ട. മമ്മി വിളിക്കട്ടെ, ഞാൻ പറയുന്നുണ്ട് കേട്ടോ. പൊന്നുമോളെ ചതിക്കല്ലേ, അങ്ങനെയൊന്നും പറയല്ലേ. നോക്കിക്കോ, ഞാൻ എന്തായാലും മമ്മിയോട് പറയും. ഇതുവരെ വന്നതും പോയിട്ട് നിൽക്കട്ടെ. ഇന്ന് ഞാൻ വന്നിട്ട് പോലും ഏട്ടൻ നേരത്തെ വന്നില്ലല്ലോ. ഞാനിവിടെ ഒറ്റക്കാന്ന് പോലും ഏട്ടൻ ചിന്തിച്ചില്ല. സോറി മോളെ, ഇന്ന് ഈവനിങ് മാച്ച് ഉണ്ടായിരുന്നു, അതാ ഞാൻ ലേറ്റ് ആയേ. സത്യം പറഞ്ഞ നീ വന്നത് ഞാൻ അങ്ങ് മറന്നുപോയി. പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ ഇങ്ങ് പോന്നെയാ. ഇനി ഇതുപോലെ തടന്ന ഞാൻ ഇക്കരെ വീട്ടിൽ എന്തായാലും പറയും. ഇല്ല, ഇനി എന്തായാലും ഞാൻ ലേറ്റ് ആവില്ല. ഗോഡ് പ്രോമിസ്. എന്നാ ഏട്ടന് കൊള്ളാം, അല്ലെങ്കിൽ മമ്മിയുടെ കയ്യിൽ നിന്ന് നല്ല പോലെ കൊള്ളും. ഓക്കെ മോളെ. അല്ല, നീ വല്ലതും കഴിച്ചോ? എനിക്കറിയാം കാണില്ലെന്ന്. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, വാ. ആദ്യം ഏട്ടൻ പോയി കുളിക്ക്. ഞാൻ അപ്പോഴേക്ക് ഫുഡൊക്കെ ടേബിളിൽ സെറ്റ് ചെയ്യാം. സെറ്റ്. എന്നാ ഞാൻ പോയി കുളിച്ചിട്ട് വരാവേ. ഡാടാ, അങ്ങോട്ട് നോക്കിയേ. അടിപൊളി സാധനം. കണ്ടിട്ട് മലയാളിയാണെന്ന് തോന്നുന്നു. ഒന്ന് മുട്ടി നോക്കിയാലോ? അത് വേണോ? എടാ, നീ ചുമ്മാ എന്റെ കൂടെ നിന്നാ മതി, ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. ഇത്രയും നല്ല അടിപൊളി കൊച്ചിനെ കിട്ടിയിട്ട് എങ്ങനെയാടാ വിടുന്നേ? എന്നാ ഞാൻ അവളെ ഇങ്ങോട്ട് വിളിക്കാം. ഹേ, ഇങ്ങോട്ടൊന്ന് വന്നേ. തന്നെയാ, ഇങ്ങോട്ട് വാ. അവളെന്താ ഇങ്ങോട്ട് വരാത്തെ? ഒന്നുകൂടി വിളിക്ക്. എന്താ മോളെ, ചേട്ടന്മാര് വിളിച്ച നിനക്ക് വരാൻ ഇത്ര മടി? ഇങ്ങോട്ട് വാ, ഒന്ന് പരിചയപ്പെടാനാ. അതെ, സീനിയേഴ്സ് വിളിച്ച അപ്പ ജൂനിയേഴ്സ് ഞങ്ങളുടെ മുന്നിൽ വരണം. അതാ ഇവിടത്തെ റൂൾ. നിനക്കെന്താടി വരാൻ ഇത്ര മടി? നീ എന്താ ഒന്നും മിണ്ടാത്തെ? അതോ നീ വല്ല ഊമയാണോ? എന്റെ പൊന്നെ ജിതിനെ, നീ ഇങ്ങനെയൊക്കെ സംസാരിച്ച ആ കൊച്ചു പേടിക്കത്തില്ലേ? കുറച്ച് മയത്തിലൊക്കെ സംസാരിക്കണം അല്ലേ മോളെ? ചേട്ടനോട് പറ, എന്താ മോളുടെ പേര്? ചോദിച്ചത് കേട്ടില്ലടി, പേര് പറ. വാവ്, വാമിക. നൈസ് നെയിം. നല്ല ക്യൂട്ടായിട്ടുണ്ട്. പക്ഷേ നിന്റെ പേര് പോലെ അല്ലല്ലോ നീ സെക്സിയാ കേട്ടോ. എന്താ നീ ഒന്നും മിണ്ടാതെ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഏതായാലും എനിക്ക് നിന്നെ ഇഷ്ടമായി. സോ നമുക്കൊരു ഡേറ്റിന് പോവാം. അതുകൊണ്ട് നിന്റെ നമ്പർ ഇങ്ങ് തന്നെ. നോക്കി നിൽക്കാതെ നിന്റെ നമ്പർ എടുത്ത് കൊടു. ഇല്ല,
അതൊക്കെ ഞാൻ ശരിയാക്കി എടുത്തോളാന്നേ. നീ ആദ്യം ആ നമ്പർ ഇങ്ങ് താ മോളെ. ഇല്ല, ഞാൻ തരില്ല. നിനക്ക് ഇത്രക്ക് അഹങ്കാരോ? എന്നാ നിന്റെ കയ്യിൽ നിന്ന് ആ നമ്പർ വാങ്ങിയിട്ട് എന്നെ കാര്യം. എവിടെ മോളുടെ ഫോൺ എടുത്തേ? ചേട്ടൻ അതില് എന്റെ നമ്പർ അടിച്ചോളാന്നേ. വേണ്ട, പ്ലീസ്, എനിക്ക് താല്പര്യമില്ല. എന്നെ വിട്ടേക്ക്. നിന്നങ്ങനെ വിടാനോ? മിഥുനെ, ആ ബാഗ് പിടിച്ചു വാങ്ങ്. അതില് കാണാം അവളുടെ ഫോൺ. നിന്നോടൊക്കെ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇമാതിരി പണിയും കൊണ്ട് ഈ ക്യാമ്പസിനുള്ളിൽ നിങ്ങളെ കൊണ്ടുപോകരുതെന്ന്. അത് പറയാൻ നീ ആരാടാ? നീ പറയുന്ന കേൾക്കേണ്ട ആവശ്യം ഞങ്ങൾക്കെന്താ? ഞങ്ങളെ പോലൊരു സീനിയർ അത്രയല്ലേ ഉള്ളൂ. നീയൊക്കെ ഞാൻ പറയുന്ന കേട്ടാലും ഇല്ലെങ്കിലും എനിക്ക് പുല്ല. പക്ഷെ എൻ്റെ മുന്നിൽ കണ്ട ഇനിയും കിട്ടും. ആഹാ, അത്രക്കായോ? എടാ മിഥുനെ, ആ പോയവളെ നീ ഇങ്ങ് കൊണ്ടുവാ. ഇവന്റെ മുന്നിലിട്ട് അവളെ നീ അങ്ങ് കിസ് ചെയ്യ്. ഇവൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് കാണണം. ഡാ, എന്നെ വിടാനല്ലേ പറഞ്ഞേ? നിനക്കൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല അല്ലടാ. വാമി, എന്തു പറ്റി? നീ എന്താ വല്ലാണ്ട് ഗ്ലൂമി ആയിട്ടിരിക്കുന്നേ? ഒന്നുമില്ല. അത് ചുമ്മാ. ഒന്നുമില്ലെന്ന് നീ പറയണ്ട. നിന്റെ മുഖം കണ്ട എനിക്ക് മനസ്സിലാവും. എന്താ കാര്യം പറ. അല്ല, നിനക്ക് ചുമ്മാ തോന്നുക? ഒന്നുമില്ല. എനിക്ക് തോന്നിയൊന്നുമല്ല. നീ കാര്യം പറ. എന്തോ പ്രശ്നമുണ്ട്. അത് പിന്നെ തനു ഇന്ന് ദേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. സീനിയേഴ്സ് തമ്മില് നല്ല പൊരിഞ്ഞടിയാ. വാമി, നീങ്ങ് വന്നേ, നമുക്കൊന്ന് പോയി നോക്കാം. ദർശ, വിട്ട് മതി, നിർത്ത്. ഇങ്ങോട്ട് വന്നേ. നിന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ? ആരോ, നീ മാറിക്കേ. ദർശ, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന്. നീ ഇപ്പൊ എന്തിനാ അവന്റെ മണ്ടക്കിട്ട് കയറിയേ? എന്താ ഇപ്പൊ പ്രശ്നം? നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? ഇപ്പൊ തന്നെ നിനക്ക് ഒരുപാട് വാണിംഗ് കിട്ടിയതാ, എന്നിട്ടും നിന്റെ തലയിൽ കയറാത്ത എന്താ? ഇതോടെ ആയ അടുത്ത സസ്പെൻഷൻ വാങ്ങി വീട്ടിലിരിക്ക, അത്ര തന്നെ. നീ നിന്റെ കാര്യം നോക്കിയാ മതി, എന്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട. ഇതുവരെ നിന്റെ എല്ലാ കാര്യത്തിലും കൂടെ നിന്ന എന്നോട് തന്നെ നീ ഇത് പറയണം. ഓക്കെ, ഇനി ഒരു കാര്യത്തിലും ഞാൻ ഇടപെടില്ല. സോറി. ദർശേട്ടൻ എനിക്ക് വേണ്ടിയാവോ അവരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയേ? വാമി, നീ വീണ്ടും എന്തോ കാര്യമായിട്ട് ആലോചിക്കുകയാണല്ലോ. നേരത്തെ നീ എന്താ പറയാൻ വന്നേ? അതൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ
ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ല. എന്നാലും ദർശേട്ടന് എന്തൊരു ഫൈറ്റല്ലേ. എന്തിനാ അങ്ങനെ ചുമ്മാ ആവശ്യമില്ലാതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നേ? കാര്യമില്ലാതെയാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? ആരാ നിന്നോട് പറഞ്ഞേ? ഓ അതോ, അതിവിടെ എല്ലാരും പറയുന്നു കേട്ടു. ഇത് സ്ഥിരമാണെന്ന്. ഇങ്ങനെ ചുമ്മാ ദേഷ്യം വന്ന ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, എന്നിട്ട് സസ്പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കും. അതാ പതിവ്. പക്ഷേ ഇത് എനിക്കങ്ങനെ തോന്നുന്നില്ല. ഞാനുമായിട്ടുള്ള പ്രശ്നം കൊണ്ട് തന്നെയാ അവന്മാരോട് പ്രശ്നം ഉണ്ടാക്കിയതെന്നാ എന്റെ മനസ്സ് പറയുന്നേ. ഹായ്, ഞാൻ ഋഷി. എന്നെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടാവല്ലേ? നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. ഞാൻ ഋഷിയെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. ഞാൻ തനിഷ. ഇത് പിന്നെ വാമിക. എന്റെ ഇവിടെ പരിപാടി എന്തെങ്കിലും നോട്ട്സ് ചെയ്തതാണോ? ഇവിടെ 2 വീക്സ് കഴിഞ്ഞല്ലേ ജോയിൻ ചെയ്തേ. അതുകൊണ്ട് ഒരുപാട് നോട്ട്സ് കവർ ചെയ്യാനുണ്ട്. സോ ഞങ്ങളെ രണ്ടും കൂടി ചെയ്യുമായിരുന്നു. ആണോ? എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഞാനും കൂടാ. അതിനെന്താ, കുറച്ച് വരക്കാനുണ്ട്, നീ അത് ചെയ്യൂ. അയ്യോ വേണ്ടായിരുന്നു, ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? എന്നെ നിങ്ങളുടെ ഫ്രണ്ട് ആക്കിയാ മതി, ഒരു ബുദ്ധിമുട്ടുമില്ല. അതെന്ത് ചോദ്യവാ? നിന്നെ എപ്പ ഞങ്ങളുടെ ഫ്രണ്ട് ആക്കിയെന്ന് പറഞ്ഞാ പോരെ, അല്ലേ വാമി? ദർശേട്ടനല്ലേ? എവിടെ പോയി? கொஞ்சம் பார்த்து விடு, கொஞ்சம் பேசி விடு என்று என் விழிகள் ஐயோ என திட்ட. கோடை கால மழை வந்து போன பின்னும் சாலையோரம் மரம் தன்னாலே நீ சொட்ட. என்னை தாக்கும் புயலே, இரவோடு காயும் வெயிலே. അതെ, എനിക്കൊരു കാര്യം ചോദിക്കണമായിരുന്നു. അത് പിന്നെ എന്തിനാ അടിയുണ്ടാക്കിയേ? എനിക്ക് വേണ്ടിയിട്ടാണോ? നീയോ? നീ എന്താ ഇവിടെ? വാമി, നീ റൂമിലോട്ട് ചെല്ല്. നിനക്ക് കോളേജിൽ പോകണ്ടേ? പോയി റെഡി ആവ്. ഏട്ടാ. പറയ്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിന്റെ ഒരു കാര്യത്തിൽ ഇടപെടാൻ ഞാൻ വരില്ലെന്ന് പറഞ്ഞല്ലേ? അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. നീ പോവാൻ നോക്ക്. സോറി, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതൊന്നുമല്ല. നീ അത് വിട്. വിടാനോ? ഞാനതങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. നീ ഇപ്പൊ തൽക്കാലം പോവാൻ നോക്ക്. ആരോ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഞാൻ അങ്ങനെ ചുമ്മാ കയറി പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഓക്കെ, അങ്ങനെ കയറി പ്രശ്നം ഉണ്ടാക്കുന്ന ആളല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്നലെ എന്തായിരുന്നു അതെനിക്കറിയണം. അത് കഴിഞ്ഞില്ലേ, നീ അത് വിട്. അതേപറ്റി സംസാരിച്ചിട്ട് പിന്നെ എന്താ? ഒരു കാര്യം മാത്രം നീ എപ്പോഴും ഓർത്താൽ മതി, ഞാൻ ആവശ്യമില്ലാത്തൊരു കാര്യത്തിലും ഇടപെടാറില്ല. ഇനിയിപ്പോ അവന്മാരെത്തിച്ചല്ലേ ഇനിയും പ്രശ്നം ഉണ്ടാക്കുമെന്ന് ആരും കണ്ടു? അതപ്പോ എന്റെ പേടി. അതിന് പേടിക്കുന്ന എന്തിനാ? ഏതായാലും അവന്മാരിനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, പോരെ? എനിക്കത് മതി. പിന്നെ നിനക്കറിയാവുന്നല്ലേ, ഒന്ന് പറഞ്ഞ രണ്ടിന് ദേഷ്യം വന്ന് മൂന്നിന് അടിയാ നീ. ആ ഒരു സ്വഭാവം കാരണം കോളേജ് ക്യാമ്പസ് മൊത്തം നിനക്കെതിരെയാ. അതുകൊണ്ടാ നിന്നോട് ഇങ്ങനെ ആവശ്യമില്ലാത്തതിനൊന്നും ഇടപെടണ്ടെന്ന് പറയുന്നേ. എനിക്കറിയാം നീ ആവശ്യം ഉണ്ടായിട്ടാണ് ചെയ്യുന്നതെന്ന്. എങ്കിലും മാക്സിമം നീ ഇങ്ങനത്തെ ഫൈറ്റൊക്കെ ഒഴിവാക്ക് പ്ലീസ്. എന്നാ ശരി, നീ ചെല്ല്, ഞാൻ അവളെയും കൂട്ടിയിട്ട് വരാം.
അത് ശരി, ആരവേട്ടനും ദർശേട്ടനും ഇവിടെ ഉണ്ടല്ലോ. ഓ നോക്കടി, ദർശേട്ടന് എന്താ ലുക്കല്ലേ. വാ, എനിക്ക് വയ്യ. கொஞ்சம் உன் காதலால் என் இதயத்தை நீ துடிக்க வை, கொஞ்சம் உன் வார்த்தையால் என் காதலை நீ மிதக்கச் செய். என்னோடு நின்று கொள்ளடி, விலகி செல்ல வேண்டுமோ, എന്നോട് சேர்ந்து செல்லடி. നമുക്കിങ്ങനെ വെള്ളം ഇറക്കാനേ ബാക്കിയുള്ളൂ. അയാളൊന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല. അതെന്താ, പുള്ളി അത്ര ജാടയാ? ജാടയൊന്നുമല്ല, മുന്നത്തെ റിലേഷൻ കാരണമെന്നാ പറയുന്നേ. അതിനുശേഷം ഒരുത്തിയുടെ മുഖത്ത് നോക്കാറില്ല, ഒരുത്തിയെ അടുപ്പിക്കാറുമില്ല. അടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ലടി, ആ സൗന്ദര്യം മാത്രമേ ഉള്ളൂ. എപ്പോഴും മസില് പിടിച്ചുള്ള നടത്തവും ദേഷ്യത്തോടുള്ള നോട്ടവും റൂഡായിട്ടുള്ള സംസാരം. ഓ, ആർക്കാ ഇഷ്ടപ്പെടാ? അത് പറഞ്ഞപ്പോഴാ ഫസ്റ്റ് ഡേ സീനിയേഴ്സിനെ റാക്ക് ചെയ്തപ്പോ ഞാൻ കരയാറായി. ഈ ദർശത്തെ തൊട്ടടുത്തുണ്ടായിട്ട് ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല. ഇയാളുടെ സ്വഭാവം വെച്ച് മൈൻഡ് ചെയ്യില്ലെന്ന് ഉറപ്പല്ലേ. ഇങ്ങേർക്ക് ഈ അടിയും പിടിയും സസ്പെൻഷനൊക്കെ പറഞ്ഞിട്ടുള്ളൂ. സ്റ്റിൽ ഈ ലുക്ക് സോ ഹോട്ട്. അങ്ങോട്ട് നോക്കടി മോളെ. വാമി, താനു, നിങ്ങൾ എവിടെ ഉണ്ടായിരുന്നോ? എവിടൊക്കെ തപ്പി ഞാൻ. അത് ശരി, ഞങ്ങള് പുറത്തിറങ്ങിയപ്പോ നിന്നെ ഒരുപാട് നോക്കി, കണ്ടില്ല. അപ്പൊ ഇങ്ങോട്ട് പോന്നതാ. എവിടെ ഇരിക്ക്. ദർശ്, നീ എങ്ങോട്ടാ ഈ പോകുന്നേ? അവിടെ നിക്ക്. ഏട്ടാ, എങ്ങോട്ടാ ഈ ഒരുങ്ങി കെട്ടി പോകുന്നേ? സൺഡേ ആയിട്ട് ഇവിടെ നിന്നെ പോലെ ഇങ്ങനെ അടഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ. ഒന്ന് പബ്ബ് പോവാന്ന് വെച്ചു. പബ്ബിലോ? എങ്കേട്ടാ, ഞാനും പോന്നോട്ടെ. നിന്നെ കൊണ്ടുപോവാനോ? എന്നിട്ടത് മമ്മി അറിഞ്ഞ എന്റെ ചെവിയാവും ആദ്യം നിന്ന്. നടക്കില്ല മോളെ. പ്ലീസ് ഏട്ടാ, മമ്മി എങ്ങനെ അറിയാനോ? അല്ലെങ്കിൽ തന്നെ ഏട്ടന്റെ എല്ലാ കാര്യങ്ങളും മമ്മി അറിഞ്ഞിട്ടാണോ? അല്ലല്ലോ, ഞാൻ പറയാതെ എന്തായാലും മമ്മി അറിയാൻ പോകുന്നില്ല. ഞാനും കൂടെ വരുന്നു, പ്ലീസ്. എന്നാലും വേണ്ട, നീ വരണ്ട. നിന്നെ കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലമൊന്നും അല്ലാതെ. അതെന്താ എന്നെ കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലം? എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞ്. നമുക്കിവിടെ അടിച്ചു പൊളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഏട്ടൻ ഒന്നും പറയണ്ട, എന്നെ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. എനിക്കിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ? പ്ലീസ് ഏട്ടാ. ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട, ഞാനും വരുവാ. എങ്കിൽ ചെല്ല്, വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. ഒരു 10 മിനിറ്റ്, ഞാനിപ്പോ വരാവേ. ശരി ശരി, വേഗം നോക്ക്. അവനെന്തേ? എത്തേണ്ട സമയമായല്ലോ. ഒന്ന് വിളിച്ചു നോക്കാം. ആരോ? ആ നീ എത്തിയോ? നിന്നെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു ഞാൻ. പോകാം. ആടാ, നീ ഇവിടെ നിന്നിരുന്നേ ഒരു 5 മിനിറ്റ്. ഞാനത് വാഷ്റൂം പോയിട്ട് വരാവേ, അർജന്റാ. ഏട്ടാ, ഞാൻ റെഡിയായി. എന്നാ പോവല്ലേ? ദർശേട്ടൻ
എന്താ ഇപ്പൊ ഇവിടെ? ഞങ്ങള് പുറത്തു പോവാൻ നിൽക്കുവല്ലേ? ആ മോളെ, നീ റെഡിയായി വന്നോ? എങ്കി ദർശ പോവല്ലേ? എങ്ങോട്ട്? എങ്ങോട്ടെന്നോ? പബ്ബിലോട്ടല്ലേ നമ്മള് പോകുന്നേ. അങ്ങോട്ട്? അത് നമ്മളല്ലേ പോന്നേ. ഇവളങ്ങോട്ടാ? ഓ വാമിയോ? അത് പിന്നെ ഞാൻ പബ്ബില് പോവാന്ന് പറഞ്ഞപ്പോ അവക്ക് എന്റെ കൂടെ വരണമെന്ന്, അപ്പൊ പിന്നെ കൊണ്ടാന്ന് വെച്ചു. വേണ്ട, അതിന്റെ ആവശ്യം എന്താ? ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല, എന്തായാലും അവള് നമ്മളുടെ കൂടെ വരാൻ ആഗ്രഹിച്ചില്ലേ, അപ്പൊ പോന്നോട്ടെ. അത് ശരിയാവില്ല, അവളോട് നിക്കട്ടെ, നമുക്ക് പോവാം. എങ്കി മോളെ നീ ഇവിടെ നിന്നോ, ഞാൻ പിന്നെ പറയാൻ വിട്ടോ ഞങ്ങളുടെ കയ്യില് ബൈക്കാ, അപ്പൊ എങ്ങനെയാ പോകുന്നേ? ബൈക്കോ? അപ്പൊ ആ കാണുന്ന കാറോ? നമുക്ക് കാറില് പോവാലോ. ആ ദർശ, നീ കാറും കൊണ്ടാണോ വന്നേ? എങ്കി അവളും കൂടെ പോന്നോട്ടെ. വേണ്ട, നമ്മള് കാറിലല്ല പോന്നേ, നിന്റെ ബൈക്ക് എടുത്താ പോന്നേ. ഇയാളെന്തിനാ എനിക്കിട്ട് പാര പണിയുന്നേ? ഞാൻ വന്നാൽ എന്താ പ്രശ്നം? ഇതങ്ങനെ വിട്ടാ പറ്റില്ല. ഏട്ടാ എനിക്ക് വരണം, ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്നതല്ലേ, പ്ലീസ്. ദർശ, അവള് പോന്നോട്ടെ, ഒരുങ്ങി നിക്കുവല്ലേ. മാത്രമല്ല ഞാൻ വരാൻ ലേറ്റ് ആയാല് അവള് തനിച്ചല്ല അത്ര നേരം, അതുകൊണ്ട് പോന്നോട്ടെ. അതിപ്പോ അവൾ അവിടെ പോയാലും തനിച്ചല്ലേ, അല്ലാണ്ട് പെങ്ങക്ക് എസ്കോട്ടിരിക്കാനാണോ അവിടെ പോന്നേ? അങ്ങനെയെങ്കി വീട്ടിലിരുന്നാ മതിയല്ലോ. ഇല്ല, ഞാൻ തനിച്ചാവൊന്നുമില്ല, എന്റെ ഫ്രണ്ട് തനുവിനെയും കൂട്ടാ. അത് നല്ലതാ. എങ്കി നീ അവളോട് വിളിച്ചു പറ, അവള് ഹോസ്റ്റലിലല്ലേ, നമുക്ക് അവളെ എടുത്ത് നേരെ പബ്ബിലോട്ട് വിടാം. ഓക്കെ ഏട്ടാ, ഞാൻ അവളോട് പറയാം. എന്നാ പോവാ. നീ എന്താടാ ഇങ്ങനെ നോക്കുന്നേ? നടക്ക്. ഞാൻ ആദ്യമായിട്ടാ പബ്ബിലൊക്കെ വരുന്നേ, നല്ല രസമുണ്ട് അല്ലടി? ആ ഞാനും ആദ്യമായിട്ടാ. ആണോ? എങ്കിൽ നീ ഇനി പോകുമ്പോഴൊക്കെ എന്നെ വിളിക്കണേ, നമുക്ക് ഒരുമിച്ച് പോവാം. എനിക്കിവിടെ എന്തോ ഭയങ്കര ഇഷ്ടമായി. പോകുവാണെങ്കിൽ എന്തായാലും നിന്നെ കൂട്ടിയേ ഞാൻ പോകത്തുള്ളൂ. പക്ഷെ ഇനി എപ്പോഴാ ഇതുപോലെ വരാൻ പറ്റാന്ന് എനിക്കറിയില്ല. അതെന്താ? കണ്ടിട്ട് എല്ലാ വീക്കെൻഡിലും ആര്യവേട്ടനും ദർശേട്ടനും ഇവിടെ വരാറുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ അവരെ കൂടെ പോകുമ്പോ നിനക്ക് പോയാ മതിയല്ലോ, ആ കൂട്ടത്തിൽ എനിക്കും. കൂടെ കൂട്ടിയാലല്ലേ. ഇത് തന്നെ ഒരുപാട് പറഞ്ഞിട്ടാ ഏട്ടൻ സമ്മതിച്ചപ്പോ മുടക്കാനായിട്ട് ദർശേട്ടൻ. അതെന്തിനാ? നിന്റെ ഏട്ടന്റെ പ്രശ്നമില്ലെങ്കിൽ പിന്നെന്തിനാ അയാൾ അടങ്കോലിടുന്നേ? ആ എനിക്കറിഞ്ഞൂടാ, ഞാനും ഇപ്പൊ അതേപറ്റി ആലോചിച്ചിരിക്കുവായിരുന്നു. എന്തുകൊണ്ടാ ദർശേട്ടൻ ഇങ്ങനെ കോൾഡായിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നേ? എന്തായിരിക്കും? അതിപ്പോ മുന്നൊരു പെണ്ണുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു എന്നല്ലേ കേൾക്കുന്നേ. സോ നല്ലൊരു തേപ്പ് കിട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ. എടാ, ഞാനൊന്ന് വാഷ്റൂം പോയിട്ട് വരാം, നീ പോരുന്നോ? ഇല്ലടാ, നീ പോയിട്ട് വാ. എന്താടാ, എന്താ നിന്റെ മുഖം ഒരുമാതിരി? എന്തു പറ്റി? നത്തിങ്. അത് ചുമ്മാ. പിന്നെ നീ ഒരു കാര്യം പറയൂലെന്ന് വെച്ചാ പറയില്ലല്ലോ. സോ അത് വിട്ടേക്ക്, ഞാനൊന്ന് വാഷ്റൂം പോയിട്ട് വരാം. ഓക്കെ? കുറെ നേരമായല്ലോ, ഇയാളെന്തിനാ
എടാ രാഹുലെ, ഇങ്ങോട്ട് നോക്ക്. ഒരടാറൈറ്റും. എവിടെടാ? വാവ്, ഇവളാണോ? സോ ബ്യൂട്ടിഫുൾ. അതെ, സോ ബ്യൂട്ടിഫുൾ. കണ്ടിട്ട് ഒറ്റക്കാന്നാ തോന്നേ. ഒന്ന് മുട്ടി നോക്ക്. ഓഫ് കോഴ്സ്, ഇതുപോലൊരു ഹോട്ട് ഐറ്റത്തെ കണ്ടിട്ട് മുട്ടിപ്പോവാതെ എങ്ങനെയാടാ? മുട്ടുകയും തുറക്കപ്പെടുന്നല്ലേ. ഈ ശാലീന സുന്ദരിയുടെ വാതില് തുറന്നിട്ട് തന്നെ കാര്യം. ചെല്ലെ ചെല്ലെ, നിന്റെ മുന്നില് തുറക്കാത്ത വാതിലുകളില്ലല്ലോ. അങ്ങനെ തുറക്കാതിരുന്ന തുറപ്പിക്കാനും നിനക്ക് നല്ലപോലെ അറിയാം. അതിനൊക്കെ PhD എടുത്തിരിക്കുവല്ലേ. അതൊന്നും PhD അല്ലടാ, എന്റെ കഴിവാ. എന്റെ ഈ കഴിവില് പെൺപിള്ളേര് വീണ് പോകുന്നതാ. ഒവ്വേ അറിയാവടാ. നീ പോയ അവളെ വളച്ചോണ്ട് വാ. നിന്റെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കും കൂടി തരണേ. വാട്ട് എ ക്വസ്റ്റ്യൻ ബ്രോ. ഞാൻ തൊട്ട ഒരെണ്ണത്തിനെങ്കിലും നിങ്ങൾ തൊടാതിരുന്നിട്ടുണ്ടോ? ഞാൻ പോയേച്ച് വരാം. കൈന്ന് വിട്. എന്തീ ചെയ്യുന്നേ? What the hell? തോൻ എന്തിനാണ് എന്നെ തരുന്നേ? തോന്റെ പ്രശ്നം എന്താ? മിണ്ടരുത് നീ. നിന്റെ വെറി പിടിച്ച കണ്ണുണ്ടോ, പുഴുത്ത നാക്കുണ്ടോ? അവളെ കാണാനോ അവളെ പറ്റി സംസാരിക്കാനോ പാടില്ല, മനസ്സിലായോ? അവളെ പറഞ്ഞതിനാ? എന്താ നിന്റെ ഗേൾഫ്രണ്ടാ? എനിക്കൊരു ചുക്കുമില്ല. ഞാൻ ഒരുത്തിയെ നോട്ടം ഇട്ടിട്ടുണ്ടെങ്കിൽ അവൾ ഒരു ദിവസം എന്റെ കൂടെ കിടത്തിയിരിക്കും. ദർശേട്ടൻ ആരുമായിട്ടായി അടിയുണ്ടാക്കുന്നത്? താനും ഇവിടെ ഉണ്ടായിരുന്നോ? അതെ. വാങ്ങി ഇവിടെ അവിടെ ഇരിപ്പുണ്ട്. എങ്കി വാ പോവാം. എന്തിനപ്പോ അങ്ങോട്ട് ചുമ്മാ കയറി പ്രശ്നം ഉണ്ടാക്കിയേ? എവിടെ ഏട്ടൻ? കാണുന്നില്ലല്ലോ. പേടിയാവുന്നു എനിക്ക്. ദർശ, എന്താ ഇത്? നിർത്തിക്കേ. നിർത്താനല്ലേ പറഞ്ഞേ? വിടാൻ. ഇല്ല, ഇപ്പൊ അന്നേ ഞാൻ ഇന്ന് കൊല്ലും. ദർശ, ഒന്ന് നിർത്തിക്കേ. എല്ലാരും നോക്കുന്നു. പ്ലീസ് ഇങ്ങ് വാ. വരാനല്ലേ പറഞ്ഞേ? മാമി, എന്താടി? എന്താ ഇവിടെ നടന്നേ? എന്തിനാ ദർശേട്ടൻ പ്രശ്നം ഉണ്ടാക്കുന്നേ? അറിയില്ലടി. ഞാൻ നോക്കുമ്പോ അയാള് മറ്റയാളെ തല്ലുന്നേ കണ്ടേ. എനിക്കറിയില്ല. ഒരു കാരണമില്ലാതെ ദർശേട്ടൻ പ്രശ്നം ഉണ്ടാക്കുവോ? എന്തോ സംഭവിച്ചിട്ടുണ്ടാവും. എന്തായിരിക്കും അത്? പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നവും നടന്നില്ല. ഞാൻ കണ്ടില്ലല്ലോ. നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? ഇപ്പൊ വന്ന് നിന്നെ എവിടെയും കൊണ്ടുപോകാൻ പറ്റാതായിരിക്കുന്നു. എന്തിനാ ഇപ്പൊ നീ അവരായിട്ട് പ്രശ്നം ഉണ്ടാക്കിയേ? എന്താ ഞാൻ ചോദിച്ചതൊന്നും നീ കേൾക്കുന്നില്ലേ? ഇനി ഞാൻ ഇടപെടേണ്ടതാണോ? ഞാൻ അനാവശ്യമായിട്ട് ഒരു പ്രശ്നത്തിൽ ഇടപെടില്ലെന്ന് നിനക്കറിയില്ലേ? എങ്കിൽ പറ, ഇപ്പൊ എന്തിനാ അവന്മാരായിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്? നിന്റെ പെങ്ങളെ കൂടെ കിടത്താൻ വിളിക്കുമായിരുന്നു അവൻ. വാട്ട്? എന്താ നിനക്ക് വിശ്വാസം വരുന്നില്ലേ? പോയി ചോദിക്ക്. അത് കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതാ പ്രതികരിച്ചേ. അതും തെറ്റായി പോയോ? എടാ, ഞാൻ സോറി. ഞാൻ അവന്മാരെ ഒന്ന് കാണട്ടെ. വേണ്ട, വയറ് നിറച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോറിടാ. ഞാൻ എന്താ പറയണ്ടേ എനിക്കറിയില്ല. ഐ എം റിയലി സോറി. നീ പറഞ്ഞ പോലെ അവളെ കൊണ്ട് ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ഇതിപ്പോ അവളറിഞ്ഞ അവക്ക് ഒരുപാട് വിഷമാവും. പേടിച്ചു പോവല്ലോ അവള്. പേടിക്കാനെന്താ? അവൾ ഇള്ള കുഞ്ഞാണോ? പിന്നെന്തിനാ അവൾ ഇങ്ങോട്ട് പോന്നേ? നീ ആ കീ തന്നെ. എനിക്ക് പ്രാന്ത് പിടിക്കുന്നു. കാർ എടുത്തിട്ട് വരാം. വേണ്ട, ഞാൻ ഓടിച്ചോളാം. നീ അവരെയും കൊണ്ട് ഇങ്ങോട്ട് വാ. ഞാൻ അപ്പോഴേക്കും കാർ എടുത്തിട്ട് വരാം. ഏട്ടൻ ദർശേട്ടനെ കൊണ്ട് എങ്ങോട്ടാ പോയേ? എവിടെയൊന്നും കാണുന്നില്ലല്ലോ. പുറത്തിറങ്ങി കാണോ? നീ ഒന്ന് വിളിച്ചു നോക്ക്. ഞാനൊന്ന് വിളിക്കട്ടെ. ഇവിടെ എന്ത് നോക്കിയിരിക്കുക? അവളെയും കൊണ്ട് ഇങ്ങ് വാ. പതിയെ പറഞ്ഞൂടെ? കാലമാട്. വരാം. വാമി,
വാ പോവാം. എന്നാലും ദർശേട്ടൻ എന്തിനാ അവിടെ അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തേ? അതിന്റെ ആവശ്യം എന്താ? അവിടെ ഒരു പ്രശ്നവും ഞാൻ കണ്ടില്ലല്ലോ. ചുമ്മാ കയറി അടിയുണ്ടാക്കി. എപ്പോഴും ഇത് തന്നെയാണല്ലോ. എന്തിനങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇതാരാ? അതും ഈ സമയത്ത്? നമ്പർ വല്ലതും മാറി അയച്ചതോ? എന്താണ് മോളെ, വല്ലാത്തൊരു ആലോചനയിലാണല്ലോ. വന്നപ്പോ തൊട്ട് ഇതന്നെയാ പരിപാടി. എന്താ ഇതിനു മാത്രം ആലോചിക്കാൻ? അത് ഇന്നലത്തെ ആ സീൻ എന്റെ മനസ്സിന്ന് പോകുന്നില്ല. അതെന്നെ ആലോചിച്ചോണ്ടിരിക്ക. എന്തിനായിരിക്കും അങ്ങനെ ഓരോന്ന് ചെയ്ത് കുട്ടിയെന്ന്. ഓ, അത് ഇതുവരെ നീ വിട്ടില്ലേ? വിടടി. ചുമ്മാ അങ്ങേർക്ക് പ്രശ്നം ഉണ്ടാക്കാൻ കാരണമൊന്നും വേണ്ടല്ലോ. അതിവിടെ എല്ലാവർക്കും അറിയുന്ന കേസാ. അതുകൊണ്ടായിരിക്കും. എങ്കിലും ചുമ്മാ എന്തിനാ ഇങ്ങനെ അങ്ങോട്ട് കയറി ഇടി ഉണ്ടാക്കുന്നേ? അതറിയില്ല നിനക്ക്? ഈസ് എ ബാഡ് ബോയ്. അപ്പൊ കോളേജിലെ ബാഡ് ബോയ് ദർശേട്ടനാവുമ്പോ അല്പസ്വല്പം ഗുണ്ടായിസൊക്കെ ആവാനേ. വാമി, ഞാൻ ലൈബ്രറിയിൽ പോവാ. നീ വരുന്നോ? അയ്യോ, ഞാൻ ജ്യൂസ് പറഞ്ഞായിരുന്നുടി. എങ്കിൽ ശരി, അത് കുടിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോര് കേട്ടോ. ദർശേട്ടൻ ഇന്നലെ എന്തിനാ മയക്കട്ടെ എന്ന് ചോദിച്ചാലോ? വേണ്ട, ഇനി അത് ചോദിച്ചിട്ട് വേണം എന്നോട് ദേഷ്യപ്പെടാൻ. വാമി, നീ എന്താണ് ഇവിടെ ഒറ്റക്ക്? താനു ഇവിടെ? അവള് ലൈബ്രറിയിലുണ്ട്. ഓ, എങ്കിൽ താൻ ഒറ്റക്ക് ഇരിക്കണ്ട, ഞാനൊരു കമ്പനി തരാം. എന്ത് പറയുന്നു? ഹലോ, നീ എവിടെയാ? അത് ശരി, ഞാൻ ലൈബ്രറിയിലുണ്ടടാ. നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയെ? എന്തിനാ ഇപ്പൊ ദർശേട്ടൻ എന്നിങ്ങനെ തുറച്ചു നോക്കിപ്പോയെ? തനു, സോറി അരവട്ട, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇറ്റ്സ് ഓക്കേടാ. ആരോ? ദർശ, നീ വന്നോ? എന്തിനാടാ വിളിച്ച്? നീ വാ. നല്ല അവസരമായിരുന്നു ആരവേട്ടനോട് സംസാരിക്കാൻ. അപ്പോഴേക്ക് ഈ ദർശേട്ടൻ കയറി വന്നു. ഇന്നലെ പപ്പൊന്നും എനിക്ക് മര്യാദക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. വാമി, നെക്സ്റ്റ് വീക്ക് ഫ്രഷേഴ്സ് ഡേ അല്ലേ? നീ വല്ല പ്രോഗ്രാംസിനും കൂടുന്നുണ്ടോ? ഞാനോ? ഇല്ലില്ല, ഞാനില്ല. നീയുണ്ടോ? ഞാനൊരു പാട്ടിന് പേര് കൊടുത്തിട്ടുണ്ട്. നീയും കൊടുക്കടി. ആഹാ, ഏതായാലും ഞാൻ ഒന്നിനല്ല. എന്നെ വിട്ടേക്ക്. എന്നെ കൊണ്ട് ഇതൊന്നും പറ്റിയ പണിയല്ല മോളെ. എന്തോന്നടി ഇത്? നീ ഇങ്ങനെ ബാക്കിലോട്ട് നിക്കാതെ നമ്മളെല്ലാത്തിലും ആക്റ്റീവ് ആവണ്ടേ? അപ്പോഴല്ലേ ഒരു കോളേജ് വൈബൊക്കെ നമുക്ക് കിട്ടൂ. എൻജോയ് ചെയ്യണ്ടേ? ഇതൊന്നും എനിക്ക് ശരിയാവില്ലടാ.
എനിക്ക് എൻജോയ്മെന്റ് ഒക്കെ മതി, അതുകൊണ്ടാ. ഇതാരാ? കോളേജിലുള്ള ആരെങ്കിലും ആണോ? ആരായിരിക്കും? Skies and golden leaves, and I'll drive all day with not a care in the world. Amber eyes, you're giving me. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പാട്ട്? നിനക്ക് ഇഷ്ടായോ? പിന്നല്ലാതെ നല്ല അടിപൊളിയായി. നീ നല്ലപോലെ പാടുമല്ലോ. എന്ത് രസാ നിന്റെ വോയിസ് കേൾക്കാൻ. താങ്ക് യു ഡി. തനു, നമുക്കെന്നാ ഇവിടുന്ന് കുറച്ചു നേരം മാറി നിന്നാലോ? എനിക്കിവിടെ ഇങ്ങനെ നിന്നിട്ട് ശ്വാസം മുട്ടുന്ന പോലെ. ആണോ? എങ്കിൽ വാ, നമുക്കൊന്ന് കറങ്ങിയേച്ച് വരാം. എടാ, എന്തായി? സാധനം കിട്ടിയോ? 2 ഒപ്പിച്ചിട്ടുണ്ട്. വാവി, നീ എന്താ അവിടെ ഇരിക്കുന്നേ? ഇങ്ങ് വാ, ഡാൻസ് കളിക്ക്. ഞാനില്ലടി, നീ കളിക്ക്. അത് ശരി, അങ്ങനെയെങ്കിൽ നിനക്ക് വീട്ടിലിരുന്നാ മതിയായിരുന്നല്ലോ. എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇതൊക്കെ എൻജോയ് ചെയ്യണ്ടേ? ഇങ്ങോട്ട് വാ, നീ ശരിക്കും ബോറാവുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, ഞാൻ വരാം. ആരവേട്ടൻ, നീ എന്താ ഇവിടെ? നീ വരുന്നില്ലെന്നല്ലേ പറഞ്ഞ്? ഞാൻ വരണ്ടെന്ന് തന്നെ വെച്ചതാ, പിന്നെ താനു വിളിച്ചപ്പോ പോന്നതാ. ഏട്ടാ, ഏട്ടൻ കുടിച്ചിട്ടുണ്ടോ? ഞാനോ? ഇല്ലല്ലോ. ചുമ്മാ പറയണ്ട, സത്യം പറ. എനിക്ക് മനസ്സിലായി, ഏട്ടൻ കുടിച്ചിട്ടുണ്ടല്ലേ. എന്റെ പൊന്നു മാമി, കുടിച്ചെങ്കിൽ തന്നെ എന്താ ഇതിനു മാത്രം? പാർട്ടി ആവുമ്പോ ഇതൊക്കെ സ്വാഭാവികല്ലേ, നീ അത് വിട്ടേ. അതെ അതെ, അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിനും ഈ മരപ്പൊട്ടിക്കൊന്നും അറിയില്ല. ആരോട്ടം വാ, നമുക്ക് ഡാൻസ് കളിക്കാം. മഴ പൊഴിന്തിടും നേരം ഒരു കുടയിനിൽ നാമോ നടപ്പதை എതിർക്കാണും കനവുകൾ പിഴയാ വരമൊன்று കൊടുപ്പോതും കലവരങ്ങളും തീരും തനിമരമെன நானோ இருப்பது முறையா என் தாரகை நீதானடி கண்விழியால் கொல்லாதடி தள்ளாதடி கைவிரலா. Oh God, എന്റെ ഫോട്ടോ ഇത് പാർട്ടിയിലല്ലേ? എനിക്ക് ഉറപ്പാ. അപ്പോ ഇത് കോളേജിലുള്ള ആരോ തന്നെയാ. ഈശ്വര, എന്താ ചെയ്യാ? എന്നാലും ആരായിരിക്കും അത്? കോളേജിലെ ആളാണെന്ന് ഉറപ്പാ. എങ്ങനെയാ കണ്ടുപിടിക്കുക? തനുവിനോട് കാര്യം പറഞ്ഞാലോ? വാമി, എന്താടാ, എന്തു പറ്റി? വല്ലാണ്ട് ഡെസ്പായിരിക്കുന്നു. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അത് തനു, എടി നീ ഇതൊന്ന് നോക്കിയേ. വാമി, ഇതാരാടാ? നിന്റെ ഫോട്ടോയൊക്കെ എനിക്കറിയില്ലടാ.
ഈ കോളേജിലുള്ള ആരോന്ന് എനിക്ക് ഉറപ്പാ. ആ പിക്ക് ആ പാർട്ടിയിലുള്ളതാ. എനിക്കെന്തോ വല്ലാത്ത ടെൻഷൻ. ഏയ്, എന്താ രണ്ടും കൂടി കാര്യമായിട്ട് ചർച്ചയിലാണല്ലോ. ഋഷി, നീ ഇവിടെ വന്നിരുന്നേ, എന്നിട്ട് ഇതൊന്ന് നോക്ക്. നോ ഡൗട്ട് ഇത് ഈ കോളേജിലുള്ള ആരോ തന്നെയാ. ആരായിരിക്കും? അത് ഞങ്ങൾക്കും മനസ്സിലായി. പക്ഷെ ആരായിരിക്കും? എന്തിനാ ഇങ്ങനെയൊക്കെ? എന്തിനാന്ന് ചോദിച്ചാ ഉത്തരം സിമ്പിൾ അല്ലേ. ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾക്ക് ഇവളെ ഇഷ്ടമായിരിക്കും. അത് തന്നെ. ഭാമി, നീ ഇതേപ്പറ്റി നിന്റെ ഏട്ടനോട് പറഞ്ഞോ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. എങ്കിൽ പിന്നെ ഒട്ടും വൈകിക്കണ്ട. നീ ആരവേട്ടനോടും ദർശേട്ടനോടും കാര്യം പറയൂ. അവര് വിചാരിച്ചാ പിന്നെ ആളെ കിട്ടാനാണോ പ്രയാസം? അതെ, നീ കാര്യം അവരോട് പറയ്, അതാ നല്ലത്. ഏയ് വേണ്ട, ഇപ്പൊ പറയണ്ട. ഇനി വല്ല മെസ്സേജും വന്നാ പറയാം. അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്തായാലും ഇനി വന്നാ പറയാതിരിക്കരുത് കേട്ടോ. ഋഷി, നിന്നെ എന്താ ഇന്നലെ പാർട്ടിക്ക് കാണാൻ നീ വന്നില്ലേ? ഓ, എനിക്കതിനോടൊന്നും വലിയ താല്പര്യമില്ലെന്നേ, അതാ വരാഞ്ഞ്. അത് ശരി. അപ്പൊ നീയും ഇവളെ കണക്ക് ബോറനാ അല്ലേ? മോളെ, നാളെ ഞാൻ പോകുമല്ലേ? നിനക്ക് ഹോസ്റ്റലിലോട്ട് മാറണോ? വേണ്ട ഏട്ടാ, ഞാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ നിന്നോളാം. അയ്യോ മോളെ, നീ തനിച്ച് നിൽക്കണ്ടടാ. എന്നാ ഒരു കാര്യം ചെയ്യേ, നിന്റെ ആ ഫ്രണ്ട് ഇല്ലേ താനു, അവളോട് ഇങ്ങോട്ട് വരാൻ പറയേ. അതിന് നാളത്തെ ക്യാമ്പിന് അവളും വരുന്നുണ്ടല്ലോ, പിന്നെങ്ങനെയാ? ആ, അവളും ഉണ്ടല്ലോ അല്ലേ. അത് ഞാൻ ഓർത്തില്ല. പിന്നെന്ത് ചെയ്യും നീ തനിച്ചിവിടെ? അത് സാരമില്ലെന്നേ, 10 ദിവസത്തെ കാര്യമല്ലല്ലോ, ഞാനത് മാനേജ് ചെയ്തോളാം. എങ്കി വാ, എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അത് പർച്ചേസ് ചെയ്തിട്ട് വരാം. എടാ, ഞാൻ പോകുക. നീ ഇവളൊന്ന് ശ്രദ്ധിക്കണേ. എനിക്ക് നിന്നെ മാത്രമേ വിശ്വസിച്ചേൽപ്പിച്ച് പോകാനുള്ളൂ. അതുകൊണ്ടാ. ഓ, നല്ലയാളെയാ ഏൽപ്പിക്കുന്നെ. ഓ, ഇങ്ങനെ നോക്കിയിരിക്കാൻ മാത്രം അറിയാം. എങ്കിൽ ശരി വാമി, മോളെ പോകുക. ഞാൻ വിളിക്കണ്ട്. ഓക്കെ ഏട്ടാ. താനും ഇല്ലാത്തോണ്ട് ശരിക്കും നല്ല ബോറടിക്കുന്നുണ്ട് അല്ലേ? ശരിയാ, അവിടെ ഇല്ലാത്തോണ്ട് എന്തോ പോലെ. അവള് 10 ദിവസം കഴിഞ്ഞാ വരുമല്ലോ. അതുവരെ നിന്നെ ബോറടിപ്പിക്കാതെ ഞാൻ നോക്കാം. വാമി, നീ എന്താ ഈ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല, നമുക്ക് ക്ലാസ്സിൽ പോയാലോ? ഹാടോ, വാ പോവാ. ശരിക്കും പറയാലോ, നീ ഇല്ലാതെ കോളേജിലോട്ട് പോകാൻ പോലും തോന്നില്ല. നീ ഒന്ന് പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ. എനിക്ക് നിന്നെ നല്ല പോലെ മിസ് ചെയ്യുന്നുണ്ട് മോളെ. സാരമില്ലെന്നേ, ദേ ഈ പോയ പോലെ തന്നെ താന്ന് വരില്ല ഞാൻ. അല്ല, എങ്ങനെയുണ്ട് നിന്റെ ക്യാമ്പൊക്കെ? വന്നല്ലേ ഉള്ളൂ, പറയാറായില്ല. ഓ, നീ എന്റെ ഏട്ടനെ കണ്ടായിരുന്നോ? ഇവിടുന്ന് പോയതിൽ പിന്നെ വിളിച്ചില്ല. അങ്ങോട്ട് വിളിച്ചാ എടുത്ത് കിട്ടണമെങ്കിൽ നല്ല പാടാ. അത് ശരി, ആരേട്ടൻ ഞാൻ കുറച്ചു മുന്നേ കണ്ടായിരുന്നു. ആ അതെ, ആരേട്ടൻ ഉണ്ട് ഇവിടെ, ഞാൻ കൊടുക്കാം. ഒരു മിനിറ്റ്. ആരേട്ടാ, വാമിയാ? ആ വാമി, മോളെ ഞാൻ നിന്നെ വിളിക്കാൻ അങ്ങോട്ട് വരുമായിരുന്നു. നീ വീട്ടിലല്ലേ? അല്ല, ഞാൻ റോട്ടിലാ. റോട്ടിലോ? ഏത് റോട്ടില്? നീ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോയേ? നിക്ക്, ഞാൻ ദർശനം ഒന്ന് വിളിക്കട്ടെ. ഓ എന്റെ ഏട്ടാ, ഞാൻ ഇവിടെ വീട്ടിൽ തന്നെയാ, അല്ലാണ്ട് ഞാൻ ഈ സമയത്ത് എവിടെ പോവാനാ? അത് ശരി, അപ്പൊ നീയല്ലേ റോട്ടിലാന്ന് പറഞ്ഞേ, അതല്ലേ? ഓ അത് വിട്. അല്ല, ഏട്ടനെന്താ ഇതുവരെയായിട്ട് എന്നെ വിളിക്കാഞ്ഞേ? ഞാൻ എത്ര വട്ടം അടിച്ചു, വിളിച്ചിട്ട് ഫോണും എടുത്തില്ല.
ഈ അമ്മ പറയുന്നത് ശരിയാ. ഏട്ടനെ വിളിച്ചിട്ട് കാര്യമില്ല, ഫോണേ എടുക്കില്ല. ഓ അതോ, അതെന്റെ ഫോണിന്റെ ബാറ്ററി ലോ ആയിരുന്നു. മാത്രമല്ല ഇവരുടെയൊക്കെ കോർഡിനേറ്റർ ഞാനാ. അപ്പൊ കുറച്ച് ബിസി ആയി പോയി. പിന്നെ നിനക്ക് അവിടെ തനിച്ച് പേടിയാവുന്നില്ലേ മോളെ? അമ്മ ഇതെങ്ങാനും അറിഞ്ഞാ എന്നെ കൊല്ലും. നിനക്ക് എന്താവശ്യം വന്നാലും ദർശനെ വിളിക്കാൻ മടിക്കണ്ട കേട്ടോ. അവനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോ പേടിയൊന്നുമില്ല. നിങ്ങൾ ഇനി പറഞ്ഞു പേടിപ്പിക്കരുത് പ്ലീസ്. ബുൾഷിറ്റ്. ഞാനിത് എത്രാമത്തെ തവണയാ ഈ നമ്പേഴ്സ് ബ്ലോക്ക് ചെയ്യുന്നേ? മെസ്സേജ് ഇടണോ? ഇട്ടേക്കാം, ഏട്ടൻ പറഞ്ഞല്ലേ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പോവണ്ടെന്ന്. എന്നിട്ടിപ്പോ എന്തായി? എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് അവരെങ്ങോട്ടോ പോയി. അവനിങ്ങ് വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. മോളെ, നിനക്ക് പേടിയില്ലേ? തനിച്ച് എങ്ങനെയാ നീ അവിടെ നിക്കുന്നേ? അമ്മക്ക് ഓർത്തിട്ട് ടെൻഷൻ ആവുന്നു. മമ്മി, പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ ടെൻഷൻ ആവണ്ട. ഇതൊക്കെ ഞാൻ മാനേജ് ചെയ്ത് വരുന്നുണ്ട്. ഒന്നും പറയണ്ട നീ, എനിക്കറിയാത്തല്ലോ നിന്നെ. എന്നെ സമാധാനിപ്പിക്കാൻ ഓരോന്ന് പറയുക. എന്റെ കുഞ്ഞ്, നീ എങ്ങനെയാ ഒട്ടും പരിചയമില്ലാത്തൊരു സ്ഥലത്ത് അവിടെ നിക്കുന്നേ? എനിക്ക് ഓർക്കാൻ പോലും വയ്യ. ഒരു കൈസായത്തിന് പോലും ആളെ കിട്ടുവോ? മമ്മി, ഞാൻ സത്യമാ പറയുന്നേ, എനിക്ക് പ്രശ്നമൊന്നുമില്ലാന്നേ. മമ്മി ടെൻഷൻ ആവണ്ട പ്ലീസ്. മോളെ, ഒരു കാര്യം ചെയ്യും, നീ ഇങ്ങോട്ട് വാ. അവൻ വന്നിട്ട് പോയാ മതി ഇനി. അങ്ങോട്ട് വരാനോ? എന്തിന്? ഞാനിപ്പോ ജോയിൻ ചെയ്തേല്ലേ ഉള്ളൂ. അതിനെന്താ? അല്ലാണ്ട് നിന്നെ അവിടെ തനിച്ചെടുത്താൻ പറ്റുമോ? അത് പറ്റില്ല, നീ ഇങ്ങോട്ട് പോരെ. മമ്മി, ഞാൻ പറയുന്ന കേൾക്ക്. എനിക്കിവിടെ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ വരാനൊന്നും പറ്റില്ല. അറിയാലോ, ഞാനിപ്പോ ജോയിൻ ചെയ്തതാ. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഞാൻ അപ്പം മമ്മിയെ വിളിക്കാം. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. പോരെ? ഞാനിപ്പോ വീട്ടിലോട്ട് ചെല്ലട്ടെ. സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് പോകുക. ആണോ? ഇതുവരെ വീട്ടിലെത്തിയില്ലേ? എങ്കിൽ മോള് വേഗം ചെന്നോ. എന്നിട്ട് എത്തിയ ഉടനെ എന്നെ വിളിക്കണേ. ആ മമ്മി, ഞാൻ വിളിക്കാം. ശരി എന്നാ. ആരാത്? വേഗം ഓടാ ഇവിടുന്ന്. ദർശേട്ടൻ. വാ, കേറ്. എന്താ? ഇങ്ങോട്ട് കയറാൻ. വീട്ടിൽ കൊണ്ടുവിടാം. போன பின்னும் சாலையோரம் மரம் கண்ணாலே நீ சுட்ட என்னை தாக்கும் புயலே இரவோடு காயும் வெயிலே. ഇറങ്ങും. താങ്ക് യു. അവിടെ നിന്ന് നീ വല്ലതും കഴിച്ചോ? ഇല്ല. ഇത് പിടിക്ക്, പോയി കഴിച്ചോ. എന്താ, അകത്ത് പോകുന്നില്ലേ? അത് പിന്നെ ഇന്നൊരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യോ? എനിക്ക് പേടിയാട്ടാ. എന്നെ നോക്കിയത് മതി, പോയി ഡോറ് തുറക്ക്. എന്താ, നീ കഴിക്കുന്നില്ലേ? അത് ദർശേട്ടൻ കഴിച്ചായിരുന്നോ? ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എനിക്ക് വിശപ്പില്ല, നീ കഴിച്ചോ. கார்குழல் கடவையே என எங்கே இழுக்கிறாய்? காடு
അഴക വഴിയിലെ കനവുകൾ ഇറക്കിറാய் കണ്ണാടി കോപ്പை ஆழியில் நான் கைமீறி சேர்ந்த தேயிலை கண்ணங்கள் மூடி ஓரமாய் நீ நின்றாலே அன்று தேப்பிர் ഇന്ന് ആ ഫോളോ ചെയ്ത് വന്നത് എനിക്ക് മെസ്സേജ് ഇടുന്ന ആളാവോ? എനിക്ക് അങ്ങനെയാ തോന്നുന്നേ. എന്താ ചെയ്യാ? ഇയാളോട് കാര്യം പറഞ്ഞാലോ? പറഞ്ഞാ എന്നോട് ദേഷ്യപ്പെടുവോ? എല്ലാവർക്കും ഏട്ടൻ വരുന്നവരെ എങ്ങനെയാ ഇക്കാര്യം ആരോടും പറയാണ്ടിരിക്ക? ഇപ്പോ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും ദർശേട്ടനോട് പറയാനല്ലേ ഏട്ടൻ പറഞ്ഞിട്ടുള്ളേ. പറയാം. നിന്റെ കഴിച്ചു കഴിഞ്ഞെങ്കിൽ പോയി കിടക്കാൻ നോക്ക്. ഞാൻ പൊക്കോളാം. ഇയാളോട് പറഞ്ഞ ശരിയാവില്ല. ഏട്ടൻ വന്നിട്ട് ഏട്ടനോട് തന്നെ പറയാം. என் குறைகள் தோற்கிற கார்குழல் கடவையே. സോ അവിടെ വരെ ആയി കാര്യങ്ങള്. നീ എന്തിനാ മാമി ഇന്നലെ ഒറ്റക്ക് പോയെ? എന്നെ വിളിച്ചൂടായിരുന്നോ? അത് പിന്നെ ഇറങ്ങാൻ നേരം മമ്മി വിളിച്ചു. അപ്പൊ പിന്നെ ഞാൻ അങ്ങ് മറന്നുപോയി. അതാ. ഏതായാലും നീ ഒന്ന് ശ്രദ്ധിക്ക്. ഇനി സ്പെഷ്യൽ ക്ലാസ് വരുമ്പോ നമുക്ക് ഒരുമിച്ച് പോവാം കേട്ടോ? ഓക്കേടാ. ഞാനെന്നാ വാഷ്റൂമിലോട്ട് പോയിട്ട് വരാവേ. ശരി, ചെല്ല്. ഒന്ന് നിന്ന്. ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇനി ക്ലാസ് വെക്കുമ്പോ എന്നോട് പറയണം. ഞാൻ പിക്ക് ചെയ്യാൻ വരാം. എനിക്കിഷ്ടമല്ല. ഇതിന്റെ സ്മെല്ല് എനിക്കിഷ്ടമല്ല. എടാ മനുഷ്യ, എനിക്കൊരു സമാധാനമില്ല. എന്റെ കുഞ്ഞവിടെ തനിച്ച. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അങ്ങോട്ട് വിടണ്ടാന്ന്. അപ്പൊ നിങ്ങള് വക്കാലത്തും കൊണ്ട് വന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? എന്റെ കുഞ്ഞു വല്ലതും കഴിച്ചോ എന്തോ? എനിക്ക് പേടിയാവുന്നു. എന്റെ പൊന്നു ലച്ചു, നീ എത്രാമത്തെ തവണയാ ഈ പറഞ്ഞതന്നെ പറയുന്നേ? കേട്ട് കേട്ട് എനിക്ക് മടുത്തു. പറഞ്ഞു നിനക്ക് മടുക്കുന്നില്ലേ? ഒന്ന് മിണ്ടാതിരിക്ക്. അവള് കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ. ഇതൊക്കെ അവള് പഠിച്ചോളും. നിനക്കാ പേടി, അവക്ക് അത്ര പേടിയൊന്നും കാണില്ല. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാലോ. എന്റെ മോനെ കയറൂരിട്ട പോലെ ഇനി എന്റെ മോളെയും വിടണോ? സമ്മതിക്കില്ല ഞാൻ. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. നീ ഇവിടെ കിടന്ന് ആദ്യം പിടിച്ചോ, അതന്നെ നല്ലത്. എന്താ കറണ്ട് പോയേ? ഇവിടെ അങ്ങനെ കറണ്ടൊന്നും പോവാറില്ലല്ലോ. പിന്നെന്താ പറ്റിയേ? ആരാത്? മമ്മി, എനിക്ക് പേടിയാവുന്നു. ആരാത്? എന്റെ ഫോൺ എവിടെ? മാമി, മഴ പൊഴിന്തിടും നേരം ഒരു കുടയിൽ എന്ത് പറ്റി? Don't worry, I'm here. Okay? സോറി, ഞാൻ കറണ്ട് പോയപ്പോ പേടിച്ചു പോയി. അതാ. നിന്റെ ഫോൺ എവിടെ? ഓഫാണല്ലോ. അത് ബാറ്ററി തീർന്നപ്പോ ചാർജിലിട്ടതായിരുന്നു. ഇവിടെ എങ്ങനെയാ കറണ്ട് പോയേ? ഇൻവേർട്ടർ ഉള്ളതല്ലേ? അതെ, എനിക്കറിയില്ല എന്ത് പറ്റിയതെന്ന്. നീ ഫുഡ് കഴിച്ചതല്ലേ? എനിക്ക് പോയി ഡോറടിച്ച് കിടന്നോ? അതെ, ഇന്നിവിടെ എന്റെ കൂടെ നിൽക്കുക. പേടിയായിട്ടാ.
ചെല്ല്, പോയി കിടന്നു. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് കുറച്ച് ദിവസമായിട്ട് ഏതോ ഒരാള് എനിക്ക് മെസ്സേജ് അയക്കുക. ഞാൻ എല്ലാ നമ്പേഴ്സും ബ്ലോക്ക് ചെയ്തു. പക്ഷെ അതുകൊണ്ടൊരു കാര്യമില്ല. വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. ആ ഫോളോ ചെയ്തതും ഇയാളാണെന്ന് എനിക്ക് സംശയമുണ്ട്. കോളേജിലുള്ള ആരോ ആണെന്നാ എനിക്ക് തോന്നുന്നേ. ആ പാർട്ടിയിലെ ഫോട്ടോയൊക്കെ കണ്ടില്ലേ? ഞാൻ അന്വേഷിക്കാം. നീ ഇപ്പോ പോയി കിടക്ക്. ദർശേട്ടൻ പോയെന്ന് തോന്നുന്നു. ആ, ഇനി ഇന്ന് ഫുഡ് ക്യാൻറ്റീന്ന് കഴിക്കാം. വേഗം പോയി ഫുഡ് കഴിച്ചിട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. கொஞ்சம் பார்த்து விடு, கொஞ்சம் பேசி விடு என்று என் விழிகள் ஐயோ என திட்ட. கோடை கால மழை வந்து போன பின்னும் சாலையோரம் மரம் தன்னாலே நீர் சொட்ட. என்னை தாக்கும் புயலே, இரவோடு காயும் வெயிலே, உன்னாலே உன்னாலே நூலில்லா கதாடியானேனே. அடி பெண்ணே, அடி பெண்ணே, நான் விழுந்தால் உன் பாதம் சேர்வேனே. உன் விழிகளிலே ஓ நான் வாழ்கிறேன் பெண்ணே. നിന്നെയാ ഞാൻ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നേ. അപ്പൊ നീ ഇവിടെ ഉണ്ടായിരുന്നു? വാമി, ഇങ്ങ് വാ. എന്താ? ഇങ്ങോട്ട് വരാൻ. എവിടെ ഇരിക്ക്. ஒரு வாட்டியோகே சொல்லிப்பாரு, உசுரத்தான் உனக்கே எழுதித்தாரு. മടങ്ങ അവനെന്തിനാ എപ്പോഴും നിന്റെ കൂടെ നടക്കുന്നേ? അവനെന്റെ ഫ്രണ്ടാ. ഇനി അവന്റെ കൂടെ നിന്നെ കാണരുത്. അതെന്താ? ഞാൻ പറയുന്നേ അങ്ങോട്ട് കേട്ടാ മതി. അധികം ആരുമായിട്ട് കൂട്ടുവേണ്ട, മനസ്സിലാവുന്നുണ്ടോ? അവൻ വരുന്നവരെ ഇനി ഞാൻ തന്റെ കൂടെയാ സ്റ്റേ. തനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എടി, കുറച്ചു ദിവസമായിട്ട് അവന്റെ കൂടെ അവളെ കാണുന്നുണ്ടല്ലോ. ഏതാടി ആ പെണ്ണ്? ഓ, അതാ ആരവന്റെ സിസ്റ്റർ എന്നാ തോന്നുന്നേ. ആരവന്റെ സിസ്റ്റർ ആണെങ്കിലും അവനുമായിട്ടെന്താ ഇത്ര ക്ലോസ്? ഭവ്യായിട്ട് ബ്രേക്കപ്പ് ആയതിനു ശേഷം അവൻ ഒരുത്തിയുടെ മുഖത്ത് പോലും നോക്കാറില്ല. അതെ അതെ, ഇപ്പൊ അവനെന്തൊക്കെയോ മാറ്റമുള്ള പോലെ. ഞാൻ ഫുഡൊക്കെ കഴിച്ചു മമ്മി. മമ്മി കഴിച്ചില്ലേ? ഓ, നീ അവിടെ തനിച്ചാണെന്ന് അറിഞ്ഞപ്പോ തൊട്ട് എന്റെ കഴിപ്പൊക്കെ ഒരു കണക്കാ. മോളെ, നിനക്ക് പേടിയാണെങ്കിൽ ഹോസ്റ്റലിൽ നിന്നൂടായിരുന്നു? എന്റെ പൊന്നു മമ്മി, എന്തൊക്കെയാ പറയുന്നേ? എനിക്കിപ്പോ പേടിയൊന്നുമില്ലെന്നേ. ഞാൻ പണ്ടത്തെ പോലെ ഒന്നുമല്ല, നല്ല സ്ട്രോങ്ങാ. കറണ്ട് പോയാ കാണാലോ നിന്റെ ആ ധൈര്യം. മമ്മി എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വരാറുള്ളതല്ലേ. പിന്നെ പല്ലി പാറ്റ പഴുതാര, ഇതിനേതിനെങ്കിലും നിനക്ക് പേടിയില്ലാത്തതുണ്ടോ? സകല ജന്തുക്കളെ നിനക്ക് പേടിയാ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് ബാത്റൂമിൽ ഏതാണ്ടിനെ കണ്ട് നീ പേടിച്ച് നിലവിളിച്ച് ബാത്റൂം ഡോർ അടക്കാതെയാ നീ അന്ന് കുളിച്ചേ. അയ്യോ, ദർശേട്ടനോ? ഇതപ്പോ വന്ന് മമ്മി പറഞ്ഞൊക്കെ കേട്ടാണ്. നാണം കെട്ടു. മമ്മി എന്തേ പറയുന്നേ? എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ. വല്ല സ്വപ്നം കണ്ട് ഓരോന്ന് വിളിച്ച് പറയല്ലേ. എന്നാ ശരി, ഞാൻ കിടക്കുവാ. ബൈ, ഗുഡ് നൈറ്റ്.
ദർശേട്ടനെപ്പോ വന്നു. ഞാനെന്നാ കിടക്കാൻ പോവാ. ഗുഡ് നൈറ്റ്. അങ്ങോട്ട് നോക്കിയേ, ദർശൻ അവളെ കൊണ്ട് ബൈക്കിൽ വരുന്നു. ആ, അവന്റെ കൂടെയാണോ അവള് വരാറ്? നീ അതിന്റെ ഒരു വീഡിയോ എടുത്ത് നമുക്ക് ഭവ്യക്ക് അയച്ചു കൊടുക്കാം. അതെ, എല്ലാരും നോക്കുന്നു. അതിന് അവര് വല്ലതും വിചാരിക്കും. അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. എന്താ, നിനക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. എനിക്ക് മിണ്ടാതെ ക്ലാസ് പോവാൻ നോക്ക്. ഒന്ന് നിന്നേ. നീ ഏതാടി പെണ്ണെ? കുറച്ചു ദിവസമായിട്ട് ദർശന്റെ കൂടെ കാണുന്നുണ്ടല്ലോ. എന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം? അതിപ്പോ ചോദിക്കാൻ എന്താടി? അവന്റെ കൂടെയാ കാണുന്നെങ്കിൽ ഉറപ്പിക്കാലോ അരുതാത്ത ബന്ധമാണെന്ന്. അത് ശരിയാ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാവുന്ന കൂട്ടിക്കോ. നീ കരുതുന്ന പോലെയൊന്നുമല്ല ദർശൻ. സോ അതുകൊണ്ട് അവനോട് വല്ലാണ്ട് അടുക്കണ്ട. അവസാനം പണിയാവും, കരയേണ്ടി വരും. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടെന്നല്ലേ. സോ കുറച്ച് ഡിസ്റ്റൻസ് ഇടും നല്ലതാ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഞങ്ങളുള്ള കാര്യമാടിയേ പറയുന്നേ. ഈ ക്യാമ്പസിൽ നീ ആരോട് ചോദിച്ചാലും നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. പൊതുവെ അവന് ഗേൾസിനോട് വല്ലാത്ത ദേഷ്യ. അവനെ സംബന്ധിച്ച് ഗേൾസ് ഒക്കെ മറ്റത്തിനാ. സോ ആരോടെങ്കിലും അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയാ മാക്സിമം യൂസ് ആക്കിയിട്ട് അവരെ കറിവേപ്പില പോലെ വലിച്ചെറിയും. അതാണ് അവന്റെ സ്വഭാവം. അവന് ഇമോഷണലായിട്ട് ഒരു കണക്ഷനും ആരോടും തോന്നാറില്ല. നിന്നെ കണ്ടപ്പോ ഒരു പാവാണെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. നിന്റെ ഇഷ്ടം. എന്നാ ഓക്കെ, ഞങ്ങൾ ചെല്ലട്ടെ. അവരെന്താ അങ്ങനെയൊക്കെ പറഞ്ഞേ? ദർശേട്ടൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല, എനിക്കറിയാം. അങ്ങനെയെങ്കിൽ എന്റെ ഏട്ടൻ കൂട്ടുകൂടില്ലല്ലോ. എന്നെ ഇവിടെ ഏൽപ്പിച്ചും പോല. അവര് ചുമ്മാ ഓരോന്ന് പറയുക. സോറി, ഞാൻ പെട്ടെന്ന് പാറ്റയെ കണ്ടപ്പോ. നീ ചെല്ല്, ഞാൻ ഫുഡ് എടുത്തോണ്ട് വരാം. ആരവേട്ടനൊക്കെ എന്നാ ഇനി ക്യാമ്പ് കഴിഞ്ഞ് വരുന്നേ? 1 വീക്ക് കഴിഞ്ഞാ വരും. ഓ, അതെ, ഫോൺ വിളിച്ചിട്ട് അവൻ എടുക്കുന്നില്ല, മോളും എടുക്കുന്നില്ല. നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? അതിന്റെ ആവശ്യം എന്താ? ഓ, ഇങ്ങനൊരു മനുഷ്യൻ ആവശ്യമുണ്ടെന്നേ. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. എന്തായാലും നമുക്ക് അവിടെ വരെ പോണം. ഓക്കെ ഓക്കെ, പോവാം. ഇനി അതേ പിടിച്ച് തൂങ്ങല്ലേ. എന്നാ നിങ്ങൾക്ക് കൊള്ളാം. എന്നാ ശരിയടേ, ഞങ്ങൾ ഇന്ന് ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാന്ന് വെച്ചു. പോവാൻ നിൽക്കുക. ബൈ. ആണോ? എങ്കിൽ ശരി, ബൈ. നീ റെഡി ആയതല്ലേ? പോയാലോ? പോവാം. ഹായ് പപ്പേ മമ്മി. അയ്യോ, പപ്പേ മമ്മി. ഈശ്വര, ദർശേട്ടൻ എന്താ ചെയ്യാ? ദർശേട്ട, ഇങ്ങ് വന്നേ, ഇങ്ങ് വാ. എന്താ എന്തു പറ്റി? അത് പുറത്ത് പപ്പേ മമ്മി. അതിന് അവര് കണ്ട ശരിയാവില്ല. ഇങ്ങ് വന്നേ, എന്റെ റൂമിലോട്ട് പോവാം. ഇങ്ങ് വാ.
അവര് വന്നതിന് ഞാനെന്തിനാ ഇവിടെ ഇരിക്കുന്നേ? ശ്ശ്, മിണ്ടല്ലേ. ഞാൻ പോയിട്ട് വരാവേ. മിണ്ടാതിരിക്കണേ പ്ലീസ്. പപ്പ, മമ്മി, നിങ്ങളെന്താ ഇവിടെ? നിന്നെ കാണാൻ വന്നാ മോളെ. നീ എന്താ കഥ തുറക്കാൻ എത്ര താമസം? എത്ര നേരമായി ബെല്ലടിക്കുന്നു? അത് പിന്നെ ഞാൻ ബാത്റൂമിലായിരുന്നു, അതാ. മോളെ, നീ വല്ലാണ്ട് ക്ഷീണിച്ചു പോയി. എങ്ങനെയിരുന്നു കൊച്ച? എനിക്കറിയാം ഇവിടുത്തെ ഫുഡൊന്നും പറ്റുന്നുണ്ടാവില്ല അല്ലേ? പാവം എന്റെ മോള്. നിങ്ങളത് കണ്ട മനീഷ? ഏയ്, ഞാൻ നോക്കിയിട്ട് അങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ. കുറച്ചുകൂടെ നന്നായ പോലെയുണ്ട്. നിന്റെ കണ്ണിന് എന്ത് പറ്റി? അത് ശരി, നിങ്ങളെ കണ്ണിൽ വല്ല കുരുവുണ്ടോ? മര്യാദ നോക്കൂ, അവള് പറ്റി ക്ഷീണിച്ചു. അല്ലെങ്കിലും നിങ്ങൾക്ക് എന്റെ വേവലാതി ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ഞാനൊന്നും പറഞ്ഞില്ലായോ. എന്താ മമ്മി വരുന്ന കാര്യം പറയാഞ്ഞേ? അത് പറഞ്ഞപ്പോഴാ മോളെ നിന്റെ ഫോൺ എവിടെ? എന്തോരം ഞാൻ അടിച്ചു. നീ ഫോൺ എടുക്കാതെ വന്നപ്പോ മമ്മി ഒരുപാട് ടെൻഷനായി. അതാ നിന്റെ പപ്പയും കൊണ്ട് ഇങ്ങോട്ട് പോന്നെ. അത് ഫോണ് സൈലന്റിലായിരുന്നു. ക്ലാസ്സിൽ പോകുമ്പോ ആക്കി വെക്കുന്നയാ, ശ്രദ്ധിച്ചില്ല, അതായിരിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞതാ. പക്ഷെ നിന്റെ മമ്മി കേൾക്കണ്ടേ? അതെങ്ങനെയാ? കേട്ട് ശീലമില്ലല്ലോ. അതെ, കേട്ട് ശീലമില്ലാത്തോണ്ടാ രണ്ടെണ്ണം ഇപ്പൊ ഇവിടെ വന്ന് നിക്കുന്നേ. എന്നെ കൊണ്ട് കൂടുതൽ പറയിക്കരുത് നിങ്ങള്. അല്ല മോളെ, നീ എന്താ എങ്ങോട്ടേലും പോവാൻ നിക്കുവായിരുന്നോ? ഡ്രസ്സൊക്കെ മാറിയിട്ട്? ഏയ് അല്ല, ഞാൻ പോയി വന്നതാ. പോയി വന്ന് ഫ്രഷ് ആവാൻ ബാത്റൂമിൽ കയറിയപ്പോഴാ മമ്മിയും പപ്പയും വന്നേ. അതാ. അത് ശരി, എന്നാ വാ നമുക്ക് പോയി കിടക്കാം. യാത്ര ചെയ്തിട്ട് വല്ലാത്ത ക്ഷീണം. കിടന്നാ മതി എനിക്ക്. മമ്മി എന്റെ കൂടെയാണോ കിടക്കുന്നേ? അതെ, എന്റെ കൊച്ചിന് സന്തോഷായില്ലേ? എനിക്കറിയാം നീ മമ്മിയെ മിസ് ചെയ്തിട്ടുണ്ടെന്ന്. വാ നമുക്ക് പോയി കിടക്കാം. അത് പറ്റില്ല. അപ്പൊ ഞാൻ എവിടെ കിടക്കും? ഓ, നിങ്ങൾ ആ മോന്റെ റൂമിൽ കിടക്ക്. അതെങ്ങനെയാ? നീ ഇല്ലാതെ എങ്ങനെയാ ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്നേ? നിനക്കറിയില്ലേ നീ ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ലെന്ന്? ഓ, നാണില്ലാത്ത മനുഷ്യൻ. മോളെ മുന്നേ വെച്ച് എന്താ നിങ്ങളുടെ കഥ മനുഷ്യ? ഉള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞേ. നിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാതെ എനിക്ക് ഉറക്കം വരില്ലെന്ന് എന്റെ രണ്ട് മക്കൾക്കും അറിയാം, നിനക്കും അറിയാം. പിന്നെന്താ? ഓ, ഇങ്ങനെക്കൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യേ. വേണ്ട മമ്മി പപ്പയുടെ കൂടെ ചെല്ലേ. പപ്പക്ക് മമ്മി ഇല്ലാണ്ട് കിടക്കാൻ പറ്റാത്തോണ്ടല്ലേ ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം. എന്നാ ശരി മോളെ, മമ്മി പോയി കിടക്കട്ടെ. മോളും കിടന്നോ. നാളെ രാവിലെ സംസാരിക്കാവേ. ഗുഡ് നൈറ്റ്. ഇങ്ങോട്ട് വാ മനുഷ്യ. അയ്യോ തീർച്ചയായിട്ടും. ഇവിടെ കാണുന്നില്ലല്ലോ. എവിടെ പോയി? മഴ പൊഴിന്തിടും നേരം ഇവിടെ ഉണ്ടായിരുന്നു. അവരവിടെ പോയോ? എങ്കിൽ ശരി, ഞാൻ പോവുക. അയ്യോ, എവിടെ പോകുന്നു? അവര് വന്ന സ്ഥിതിക്ക് ഞാൻ എന്തിനെവിടെ ഹോസ്റ്റലിൽ പോവുക. ഇപ്പൊ പോകാൻ പറ്റില്ല, അവര് ഹാളിൽ ഇരിപ്പുണ്ട്. എങ്കിൽ അവരുറങ്ങിയിട്ട് പോവാം. നീ കിടന്നു. അതും വേണ്ട. ബൈക്ക് എടുത്ത് പോയാ മമ്മി പെട്ടെന്ന് ഉണരും, അതാ. നീ പോയി കിടക്ക്. തീർച്ചയായിട്ടും എവിടെ കിടക്കും? ഞാൻ ഇവിടെ എവിടെയും അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇത് വലിയ ബെഡല്ലേ? ആ സൈഡില് തീർച്ചയായിട്ടും കിടന്നു. ആർ യു ഷുവർ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഈശ്വര, അപ്പുറത്ത് മമ്മിയും പപ്പയും, ഇവിടെ ഞാൻ എൻ്റെ റൂമില് ഞാനും ദർശേട്ടനും ഒരുമിച്ച്. ഞാൻ എന്തൊക്കെയാ ചെയ്തുകൂട്ടി? എനിക്കെവിടുന്ന ഇത്രമാത്രം ധൈര്യം വന്ന്? എന്തിനാ ഞാനിവിടെ എൻ്റെ കൂടെ ദർശേട്ടനെ കിടത്തി? പോവാൻ നിന്നപ്പോ ഞാൻ എന്തിനാ
അങ്ങനെ കള്ളം പറഞ്ഞ്. മാത്രമല്ല ദർശേട്ടനെ അവര് കണ്ടാലെന്താ പ്രശ്നം? ആരായിട്ട് പറഞ്ഞിട്ടല്ലേ എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ. എന്തൊക്കെയോ മാറ്റങ്ങള്. എന്താ അത്? ദർശേട്ടനോട് എനിക്ക് അറിഞ്ഞൂടാ. മോളെ വാമി, വാതില് തുറന്നേ. മോളെ അയ്യോ, ദർശേട്ടൻ, മമ്മി. ദർശേട്ടൻ എവിടെയാ? എവിടെ പോയോ? വാമി, മോളെ ഇത് തുറക്ക്. ആ ഇതാ മമ്മി വരുന്നു. ഗുഡ് മോർണിംഗ് മമ്മി. ഗുഡ് മോർണിംഗ് മോളോ. എന്താ ഉറക്കായത്? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു? അത് പിന്നെ ഇന്ന് സൺഡേ അല്ലേ മമ്മി, അപ്പൊ ഉറങ്ങിപ്പോയതാ. അതെനിക്ക് മനസ്സിലായി. മോള് വേഗം ഫ്രഷ് ആയിട്ട് വായോ, എന്നിട്ട് നമുക്ക് ഇന്ന് മൊത്തം ഇവിടെ കറങ്ങാന്നാ പാപ്പ പറയുന്നേ. ആണോ? എന്നാ ഓക്കെ മമ്മി, ഞാനിപ്പോ ഫ്രഷ് ആയിട്ട് വരാവേ. ഹേ വാമി. ഋഷി, ഏതാരാ മോളെ? മോളുടെ കൂടെ പഠിക്കുന്നതാ? അതെ പപ്പ, ഇത് ഋഷി. ഇത് എന്റെ പപ്പയും മമ്മിയോ. ഹായ് അങ്കിൾ ആന്റി, എപ്പോഴാ വന്നേ? ഞങ്ങൾ ഇന്നലെ നൈറ്റാ വന്ന മോനെ. അത് ശരി, അപ്പോ ഇവളെയും കൊണ്ടൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാവും അല്ലേ? അതെ മോനെ. മോന്റെ വീട് എവിടെയാ? ഞാൻ പാലക്കാട് ആന്റി. മമ്മി എപ്പോഴാ തിരിച്ചു പോകുന്നേ? എന്താ മോളെ തിരിച്ചു പോവാത്തോണ്ട്? ഇന്നലെ വന്നതല്ലേ ഉള്ളൂ. ഇനിയിപ്പോ അവന്റെ ക്യാമ്പൊക്കെ കഴിഞ്ഞിട്ട് പോവാം. അയ്യോ അതൊന്നും പറ്റില്ല, നിനക്കറിയാവുന്നതല്ലേ എനിക്ക് 100 വട്ടം തിരക്കുള്ളതാ. അങ്ങനെയെങ്കിൽ നിങ്ങൾ പൊക്കോ, ഞാൻ ഇവിടെ നിന്നോളാം. ലച്ചു, അതൊന്നും പറ്റത്തില്ല. ഞാൻ പറയുന്ന കേൾക്ക്. നീ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നില്ലേ? നമുക്ക് നാളെ രാവിലെ പോവാം. അപ്പൊ ഇവളോ? ഇനിയും അവൻ വരുന്നവരെ തനിച്ച് നിക്കണ്ടേ? എങ്കിൽ ഒരു കാര്യം ചെയ്യും, മോള് ഞങ്ങളുടെ കൂടെ പോരെ? അതൊന്നും പറ്റില്ല മമ്മി, ഞാനിപ്പോ ജോയിൻ ചെയ്തേ ഉള്ളൂ. അല്ലെങ്കിലേ ഒരുപാട് പെൻഡിങ്സ് കവർ ചെയ്ത് വരുന്നേ ഉള്ളൂ. അതിന്റെ ഇടയിൽ ഇപ്പൊ ലീവ് എടുത്ത അത് വേണ്ട മമ്മി. ഞാൻ ഒരാഴ്ചയിലേ ഉള്ളൂ, അഡ്ജസ്റ്റ് ചെയ്തോളാം. പക്ഷെ മോളെ നിന്നിവിടെ തനിച്ച് നിർത്തിപ്പോയാ മമ്മിക്ക് സമാധാനം ഉണ്ടാവില്ല, അതുകൊണ്ടാ. ഇത്ര ദിവസം ഞാൻ ഒറ്റക്കല്ലേ നിന്നേ, സാരമില്ല, എനിക്കിതിപ്പോ അഡ്ജസ്റ്റ് ആയി വരുന്നുണ്ട്. അതെ, മോള് പറഞ്ഞതാ അതിന്റെ ശരി. ഇതേപറ്റി ഇനി ഒരു സംസാരം ഇവിടെ വേണ്ട. നാളെ രാവിലെ മോളെ കോളേജിലാക്കിയിട്ട് നമ്മൾ പോകുന്നു. മാമി, മോളെ എപ്പോഴും പറയാനുള്ളതേ മമ്മിക്ക് പറയാനുള്ളൂ. എന്തുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കണം കേട്ടോ, സൂക്ഷിക്കണേ. ഓക്കെ മമ്മി, ഒട്ടും ടെൻഷൻ ആവണ്ട, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. എന്തുണ്ടെങ്കിലും ഞാൻ വിളിച്ചോളാം. ഓക്കെ, എങ്കിൽ ശരി, മോള് ചെല്ല്. ശരി മോളെ, വിളിക്കാൻ മറക്കല്ലേ. ഇതുവരെയായിട്ടും ദർശേട്ടനെ കണ്ടില്ലല്ലോ. ഇനി കോളേജിലോട്ടൊന്ന് വന്നില്ലേ?
ദർശേട്ടൻ. എന്താ? ഏയ് ഒന്നുമില്ല. അയ്യോ, അവരിന്നെ തിരിച്ചു പോയോ? ഞാൻ കരുതി ആരവേട്ടൻ ക്യാമ്പിൽ നിന്ന് വന്നിട്ടൊക്കെ പോകത്തുള്ളൂന്ന്. പപ്പക്കങ്ങനെ നാട്ടിൽ നിന്നും മാറിക്കാൻ പറ്റില്ല, തിരക്കായോണ്ടാവും, അല്ലെങ്കിൽ നിന്നേനെ. നീ വാ, നമുക്ക് ക്യാൻറ്റീനിൽ പോയി വല്ലതും കഴിക്കാം. എന്നിനി ദർശേട്ടൻ വരുവോ? വിളിച്ചു നോക്കണം. ദർശേട്ടനോ? പപ്പയും മമ്മിയും പോയത് എങ്ങനെ മനസ്സിലായി? നീ മറ്റവനോട് പറയുന്നേ കേട്ടോ? നീ എന്താ അത് എന്നോട് പറയാഞ്ഞേ? അവനുമായിട്ട് അധികം കൂട്ടൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അതെന്താ? പറയുന്ന കേട്ടാ മതി. ഇന്നിവിടെ നിൽക്കുവാണോ? എന്താ വേണ്ടേ? വേണം. നീ വല്ലതും കഴിച്ചോ? എങ്കിൽ ചെല്ല്, പോയി റെഡി ആവാ, പുറത്തു പോവാം. ഞാനിപ്പോ വരാം. അതെ, ഞാൻ കഴിച്ചു. എന്താ ചെയ്തേ? അതെങ്ങത്താ? നിന്നോട് ഞാൻ എന്താ പറഞ്ഞിട്ടില്ലേ? അധികം ആരുമായിട്ട് കൂട്ട് വേണ്ടെന്ന് പറഞ്ഞല്ലേ? അതെന്റെ ഫ്രണ്ടാ, ഋഷി. ഐ ഡോണ്ട് കെയർ. ആരായാലും നീ ആരുമായിട്ട് സംസാരിക്കണ്ട, മനസ്സിലാവുന്നുണ്ടോ? എന്താ നിങ്ങളെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? கொஞ்சம் ஐயோ என திட்ட கோடை கால மழை வந்து போன பின்னும் சாலையோரம் மரம் தன்னாலே நீ சுட்ட என்னை தாக்கும் புயலே இரவோடு காயும் வெயிலே உன்னாலே நூலெல்லாம் கதாடியானேனே அடிப்பெண்ணே அடிப்பெண்ணே நான் விழுந்தால் உன் பாதம். ദർശേട്ടൻ ഇപ്പൊ എന്താ ചെയ്തേ? എന്നെ കിസ് ചെയ്തെന്തിനാ? வாழ்கிறேன் பெண்ணே. നീ മറ്റുള്ളവരോട് സംസാരിക്കുന്നതോ അടുപ്പം കാണിക്കുന്നതോ എനിക്ക് ഇഷ്ടമല്ല വാമി. പണ്ട് പറ്റിപ്പോയൊരു തെറ്റു നിന്റെ കാര്യത്തിൽ ഞാൻ ആവർത്തിക്കില്ല. ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ല. ഇന്നലെ എന്താണോ പറ്റിയേ? പെട്ടെന്ന് കോള് കട്ടായല്ലോ. അത് എന്റെ ഫോൺ ബാറ്ററി ലോ ആയിരുന്നു, അപ്പോ ഓഫായി പോയി, അതാ. ഓ അത് ശരി. പിന്നെ ഞാൻ ലൈബ്രറിയിൽ പോവാ, നീ വരുന്നുണ്ടോ? ഇല്ല, ഋഷി പൊക്കോ. നിന്നോട് ഞാൻ ഇന്നലെ എന്താ പറഞ്ഞേ? അത് പിന്നെ നിങ്ങൾ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് എനിക്ക് അവനെ അവോയ്ഡ് ചെയ്യാനൊന്നും പറ്റില്ല. അവനെന്റെ ഫ്രണ്ടാ. എങ്കിൽ ഇന്നോട്ട് അവനോട് കൂട്ടിടക്കാൻ പറ. എന്തൊക്കെയാ പറയുന്നേ? ദർശേട്ടന് ബുദ്ധിമുട്ടാണെങ്കിൽ ഇന്നോട്ട് വരണമെന്നില്ല. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്നെ ഇനി അവന്റെ കൂടെ കണ്ട അവന്റെ കൂടെ എന്നല്ല ഒരുത്തന്റെ കൂടെയും കാണരുത്. പറഞ്ഞു മനസ്സിലായോ?
അത് ഇത് എൻ്റെ ഒരു ഫ്രണ്ടാ, എൻ്റെ നാട്ടിലുള്ള അവളുടെ കോളേജിലെ സീനിയർ. അവളോട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ ബിഹേവ് ചെയ്തു. അപ്പോൾ അതെന്തുകൊണ്ടാവും? സോ അതായത് ഇപ്പൊ ആ ഫ്രണ്ടിന് പകരം നിന്നെ എടുക്കാം. പിന്നെ നീ പറഞ്ഞു വെച്ച ക്യാരക്ടർ ഒക്കെ നോക്കുമ്പോ അത് നമ്മുടെ ദർശേട്ടന്റെ ഒരു ക്യാരക്ടർ അല്ലേ? ഓക്കെ, അപ്പൊ ദർശേട്ടൻ നിന്നോട് അങ്ങനെ ബിഹേവ് ചെയ്ത എന്തുകൊണ്ടാന്ന് ചോദിച്ചാ ആൾക്ക് നിന്നോടൊരു ഇഷ്ടം കാണും, അതായിരിക്കും. എനിക്കങ്ങനെയാ തോന്നുന്നത്. അല്ലാണ്ട് ഇപ്പൊ കയറി കിസ്സൊന്നും ചെയ്യില്ലല്ലോ. ആ സീനിയറിന് നിന്റെ ഫ്രണ്ടിനോട് എന്തോ ഒരു ഇഷ്ടമുണ്ട്. നിനക്കെന്താ തോന്നുന്നേ? ഹലോ വാമി, കട്ടായോ? ഹലോ ഹലോ, ഞാനിവിടെ ഉണ്ട്. ഓ അല്ല, നിനക്കെന്താ തോന്നുന്നേ? അത് എനിക്കെന്ത് തോന്നാനാ, അറിഞ്ഞൂടാ. ഏതായാലും ഇഷ്ടാണെങ്കി നല്ലതൊക്കെ തന്നെയാ. പക്ഷേ ടോക്സിക് ആയിട്ട് ഫീൽ ആവുന്നില്ലേ? ആരോടും കൂട്ടുവിടാൻ പാടില്ല, മിണ്ടാൻ പാടില്ല. എന്തോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു. ശരിയുടെ, ഞാനെന്നാ കിടക്കുവാ, നാളെ വിളിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഏട്ടൻ? ഹലോ വാമി, മോളെ നീ കിടന്നായിരുന്നോ? ഇല്ലേട്ടാ, ഞാൻ കിടക്കാൻ പോവായിരുന്നു. ഫുഡൊക്കെ കഴിച്ചില്ലേ? കഴിച്ചു. ഏട്ടൻ കഴിച്ചായിരുന്നോ? അതൊക്കെ കഴിഞ്ഞു. പിന്നെ 2 ദിവസം കൊണ്ട് ക്യാമ്പ് കഴിയും. പക്ഷേ ഞാൻ വരില്ല കേട്ടോ. കുറച്ച് ദിവസം എനിക്ക് ഇവിടെ നിൽക്കേണ്ടി വരും. ആണോ? നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ദർശൻ നിന്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാറില്ലേ? എനിക്കിവിടെ ഒരു പ്രശ്നമില്ല. തീർച്ചയായിട്ടും എന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെന്താ, എന്നാ കിടന്നു. നാളെ രാവിലെ എണീറ്റ് കോളേജിലോട്ട് പോകാനുള്ളതല്ലേ? ഞാൻ വിളിക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഏട്ടാ. താനു പറഞ്ഞ പോലെ ദർശേട്ടന് എന്നെ ഇഷ്ടമായിരിക്കോ? അതുകൊണ്ടാണോ അങ്ങനെയൊക്കെ? എങ്ങനെയാ ഞാനതൊന്നും അറിയുന്നേ? ക്ലാസ് കഴിഞ്ഞ ഉടനെ നീ വേഗം പൊക്കോ. ഞാൻ വരാൻ ലേറ്റ് ആവും. എനിക്ക് പ്രാക്ടീസ് ഉണ്ട്. ഓക്കെ. സമയം ഒരുപാടായല്ലോ. എന്റെ ദർശേട്ടനെ കാണാത്തെ? ഒന്ന് വിളിച്ചു നോക്കാം. കറണ്ട് പോയോ? അവിടെ എന്താ? ഈശ്വര, റൂമിലോട്ട് പോ. വാമി, ഡോറ് തുറക്ക്. ഞാനാ ദർശന. വാതില് തുറക്ക്. വാമി, ഡോണ്ട് വറി. ആരുമില്ല. ഡോണ്ട് ബി പാനിക്. ഓക്കെ, ഐ ആം ഹിയർ. എനിക്ക് പേടിയാവുന്നു. അവിടെ ഉണ്ടോ? എനിക്ക് ഉറപ്പാ. പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. നീ ഇങ്ങ് വന്നേ. വാ.
നമുക്ക് കിടക്കാം. ഏത് ചിറ്റയാ ഇവളെ ലക്ഷ്യം വെച്ച് ഇങ്ങോട്ട് വന്നേ? ആരായാലും വിടില്ല ഞാൻ. എന്റെ ഈശ്വര, നീ എന്തൊക്കെയാ വാമി പറയുന്നേ? എന്നിട്ട് ആളെ കണ്ടോ? ഇല്ല, അപ്പോഴേക്കും ആളോടിപ്പോയി. എന്തായാലും നീ നല്ലപോലെ ശ്രദ്ധിക്കണേ. ആര്യവേട്ടൻ വരാ ഇനിയും ദിവസം എടുക്കുമല്ലോ. അതുവരെ നീ ഇങ്ങനെ തനിച്ച് നിൽക്കുക. ഞാൻ നിന്റെ കൂടെ വന്ന് നിൽക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദർശേട്ടൻ ഉണ്ടല്ലോ. അയാളവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഇപ്പൊ എന്തായി? അങ്ങനെയൊന്നും അല്ല താനോ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിനക്കപ്പോ ദർശേട്ടനെ ഇഷ്ടമാണോ? സോ അന്ന് നീ ഫ്രണ്ടിന്റെ കാര്യമാണെന്ന് പറഞ്ഞത് നിങ്ങളെപ്പറ്റിയായിരുന്നു അല്ലേ? വാമി, ആർ യു സീരിയസ്? അതെ. എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ. നീ ഇതേപ്പറ്റി സീരിയസ് ആണെങ്കിൽ നല്ലപോലെ ആലോചിച്ചിട്ട് മാത്രം ഒരു തീരുമാനം എടുത്താൽ മതി. നിങ്ങൾ തമ്മിൽ ഉള്ളിലുള്ള ഫീലിങ്സ് തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ. മാത്രമല്ല, നിനക്കുള്ള അതേ ഫീലിങ്സ് തന്നെയാണോ ദർശേട്ടനെന്ന് നിനക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? നിന്റെ ഏട്ടൻ്റെ ഫ്രണ്ടാണെന്ന് കരുതി വിശ്വസിക്കാനും പറ്റുമോ? അതൊക്കെ നീ ആലോചിക്ക്. അവസാനം നീ കരയരുത്, വിഷമിക്കരുത്. അത്രേ ഉള്ളൂ. എന്തീ കാണിക്കുന്നേ? വിട്, എല്ലാരും നോക്കുന്നു. വിട്. നിനക്കെന്താ വാമി പറഞ്ഞാ മനസ്സിലാവില്ലേ? എന്താ ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്താ എന്താ നിങ്ങളുടെ പ്രശ്നം? എന്റെ പ്രശ്നം എന്താന്ന് നിനക്കറിയില്ലേ? ഇല്ല, എനിക്കറിയില്ല. കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. വിളിച്ച ഫോൺ എടുക്കത്തില്ല, കണ്ട മിണ്ടാതങ്ങ് പോകുക. പറയേ, വൈ ആർ യു അവോയ്ഡിങ് മീ? ഞാനെന്തിനാ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നേ? എന്തിനാ നിങ്ങളുടെ കോൾ എടുക്കുന്നേ? അതിന് മാത്രം നമ്മൾ തമ്മിൽ എന്ത് റിലേഷൻ ആവുള്ളേ? അതെന്താടി, നമ്മൾ തമ്മിലുള്ള റിലേഷൻ നിനക്കറിയില്ലേ? അറിയില്ല. എന്ത് റിലേഷൻ ആവുള്ളേ? നിന്റെ അടുത്ത് കാണിക്കുന്ന പോലെ മറ്റാരുടെ അടുത്തെങ്കിലും ബിഹേവ് ചെയ്യുന്നത് നീ കണ്ടിട്ടുണ്ടോ? കാതോരമായി എന്താ നിനക്ക് ആൻസർ ഇല്ലേ? പറയേ, കണ്ടിട്ടുണ്ടോ? കാലോരമായി സിരയിൽ ഇട് പിന്നെ ഇല്ല, കണ്ടിട്ടില്ല. അതിന് ഒരർത്ഥമേ ഉള്ളൂ. நீயே வாழ்க்கை என்பேன் இனி வாழும் நாட்கள் எல்லாம்
நீயே போதும் என்பேன் உயிரே என் உலகமே ஓ சிரிக்கிறாயோ ഇപ്പോ ഞാൻ പറയാതെ തന്നെ നിനക്കുള്ള ഉത്തരം കിട്ടിയില്ലേ? എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്. ചെല്ല ക്ലാസ് പോ. പിന്നെ നിന്റെ ആ കൂട്ടുകാരിയെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക്. ഈവനിങ് ഞാൻ വെയിറ്റ് ചെയ്യും. இனி வாழும் நாட்கள் எல்லாம் நீயே போதும் என்பே உயிரே என் உலகமே. വാമി, നീ കേട്ടതൊക്കെ സത്യമാണോ? എന്താ അവിടെ വെച്ചുണ്ടായേ? ദർശേട്ടൻ നിന്നോട് എന്താ പറഞ്ഞേ? അത് ഞാൻ പിന്നെ പറയാം. മഴ പൊഴിന്തിടും നേരം ഒരു കുടയിൽ നാമോ എന്തേതുവാ? അത് ഡയഗ്രാംസ് വരക്കുക. എൻ്റെ ഹെൽപ്പ് വല്ലതും വേണോ? വേണ്ട, കഴിയാറായി. എന്താ? നത്തിങ്, നീ വരക്ക്. നീതാനടി കൺമിഴിയാൽ കൊല്ലാതടി തല്ലാതടി Can I? சேராமல் போனால் வாழாமல் போவே உன்னை காணாமல் போனால் காணாமல் போவே நீ பார்க்காமல் போனால் பாழாகி போவேனே நான் பெண் பூவே சேராமல் போனால் வாழாமல் போவே உன்னை காணாமல் போனால் காணாமல் போவே நீ பார்க்காமல் போனால் பாழாகி போவேனே நான் பெண் பூவே. ആരവേട്ടൻ ഇനി എന്നാ വരുന്നേ? ഒരു 2 ദിവസം കൂടി, അത് കഴിഞ്ഞാൽ വരും. എന്ത് പറ്റി? അത് ഏട്ടൻ വന്നാ പിന്നെ എവിടെ നിന്ന് പോവേണ്ടി വരില്ല. നമുക്ക് ഇങ്ങനെയൊന്നും. അതിനിപ്പോ എന്താ? അവൻ വന്നാലും എനിക്ക് നിന്നോട് സംസാരിക്കാനോ കാണാനോ തോന്നിയാ ഞാൻ വരും. പിന്നെ തനുവിനോട് നമ്മുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഉം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. അത് മുന്നേ ഉള്ള ആളായിട്ട് ബ്രേക്കപ്പ് ആവാൻ എന്താ കാരണം? ആ ചേച്ചി ഇപ്പൊ എവിടെയാ? വാമി, നമുക്കതേ പറ്റി പിന്നെ സംസാരിക്കാം. അതെന്താ എന്നോട് ഇപ്പൊ പറഞ്ഞ? നീ ഇപ്പൊ പോയി കിടക്ക്. ഇതിപ്പോ ഭവ്യ അറിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കണക്കായി. അവളതിന് ഓൾറെഡി എല്ലാം അറിഞ്ഞല്ലോ. ഉടനെ വരും, അപ്പൊ കാണും. അപ്പൊ അവള് വന്ന നമുക്ക് കുറച്ച് സീൻ കാണാം, അല്ലടി? ഹായ് മാമി. ഞാൻ ക്ലാസ്സിലോട്ട് പോവാ.
ഹർഷേട്ടാ, നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കണ്ടാലെന്താ? അതല്ല, തനു അവളിപ്പോ ഇങ്ങോട്ട് വരും. അതിന് ഒന്നുമില്ല, പോ. നിന്റെ ഏട്ടൻ വിളിക്കുന്നു. അയ്യോ, ഏട്ടനോ? ഹലോ, എന്താടാ? നീ എവിടാ? ഗ്രൗണ്ടിലാണോ? അല്ല, ലൈബ്രറിയിലാ. അത് ശരി. നീ എന്താടാ സ്ഥലം മാറി കയറിയതാണോ? ഒന്ന് പോടാ. പിന്നെ വാമിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ അവളുടെ കാര്യം കൂടി ഒന്ന് നോക്കിക്കോണേ. അവളുടെ കാര്യം നോക്കാൻ അവക്കറിയില്ലേ, പിന്നെ ഞാനെന്തിനാ? ആരേലും ഒന്ന് തുറച്ചു നോക്കിയാ കിടന്ന് മുങ്ങുന്ന സാധനമാ അത്. നിനക്കറിയാവല്ലോ, ഞാൻ പറയാതെ. നീ ഏതായാലും പേടിക്കണ്ട, അവളെ ഞാൻ വേണ്ട രീതിയിൽ നോക്കുന്നുണ്ട്. നീ എന്നാ ഇനി ഇങ്ങോട്ട് വരുന്നേ? അവിടുത്തെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞില്ലേ? ഓ, അതൊക്കെ കഴിഞ്ഞടാ. പിന്നെ വന്നിട്ട് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അതൊക്കെയുണ്ട്, ഞാൻ വന്നിട്ട് പറയാം. ശരി ശരി, നീ വെക്ക്, ഞാൻ കുറച്ച് പണിയില്ല. അതെ, ഇതൊരു ലൈബ്രറിയാ, അല്ലാണ്ട് ലവേഴ്സ് പാർക്കല്ല. തനു, നീ വന്നോ? വാ, നമുക്ക് പോവാം. വമി, നിക്ക്, ഞാൻ വരുന്നു. വാമി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താടാ, ചോദിക്ക്. അത് പിന്നെ നീയും ആ ദർശനും തമ്മില് വല്ല റിലേഷനിലും ആണോ? അങ്ങനൊക്കെ ഒരു റൂമേഴ്സ് കേൾക്കുന്നു. താനെന്താ ഒന്നും മിണ്ടാത്തെ? അപ്പോ അതൊക്കെ ശരിയാണോ? അത് പിന്നെ നീ പറയണ്ട, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, പഴയ പോലെ നീ എന്നോട് കൂട്ടുവിടാനോ സംസാരിക്കാനോ വരുന്നില്ല. നിങ്ങൾ തമ്മിൽ റിലേഷനിലാണെങ്കിൽ എന്നെ മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞാൻ നിന്റെ ഫ്രണ്ട് തന്നെയല്ലേ. അങ്ങനെയൊന്നുമില്ല, നിനക്കത് വെറുതെ തോന്നിയ. ഞാൻ നിന്നെ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. എന്നാ മതി, നിനക്കറിയാലോ എനിക്കിവിടെ ആകെയുള്ള കൂട്ട് നീയും തനുവാ. അപ്പോൾ നീ പഴയ പോലെ മിണ്ടാതായപ്പോ എന്തോ നീ എന്നെ മാറ്റി നിർത്തുന്ന പോലെ തോന്നി. ഞാൻ റൂമിലോട്ട് ചെല്ലട്ടെ.
ഡു യു റിഗ്രറ്റ്? നോ. നീ ഓക്കെ അല്ലേ? പെയിൻ ഉണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. എന്തായാലും നീ ഇന്നിനി കോളേജിൽ പോകണ്ട. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. വാമി, ഞാൻ പറയുന്നത് കേൾക്ക്. ഇന്നിനി പോകണ്ട. എനിക്കറിയാം നിന്റെ ബുദ്ധിമുട്ടൊക്കെ. അത് നീ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് മനസ്സിലാവും. എങ്കിൽ ദർശേട്ടനും പോവണ്ട. ഇന്ന് ലീവ് എടുത്തൂടെ? അത് പറ്റില്ല, എനിക്ക് പ്രാക്ടീസ് ഉണ്ട്. എങ്കിൽ ചെല്ല്, എണീറ്റ് ഫ്രഷ് ആവും. ഇതെന്താ ദർശേട്ടൻ ഇതുവരെ കാണാതെ? ലേറ്റ് ആവുന്നു പറഞ്ഞില്ലല്ലോ. എന്താ ദർശേട്ടാ ലേറ്റായേ? പ്രാക്ടീസ് ഉണ്ടായിരുന്നു. എങ്കിൽ പിന്നെ ലേറ്റ് ആവുന്നു പറഞ്ഞുകൂടായിരുന്നു. ഇന്ന് മോർണിംഗ് എനിക്ക് പ്രാക്ടീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാതെ. Autumn breeze, blue skies and golden leaves, and I'll drive all day with not a care in the world. Amber eyes, you're giving me butterflies. നിനക്കെന്താ മമ്മി പറ്റിയേ? എന്തൊരു മൂഡ് ഓഫ് പോലെ? ഏയ്, ഒന്നുമില്ല. ദർശേട്ടൻ കൊള്ളാലേ? You by my side, I gotta ride or die. We'll be rebels, you and me. Sailing towards the sun like we're shot from guns, living in a fantasy. நான் அடையங்குற நீயும் இரவில் தனியே வா, உனக்காகவே நானும் இருக்கேன் அழகே. கலங்காதே நீ ஏனோ എന്താ എന്ത്? എനിക്കിവിടെ വന്ന് ഇരുന്നൂടെ? ദർശേട്ടാ, എല്ലാരും നോക്കുന്നു. അതിന് ഒന്നുമില്ല. വിഷ് മീ ലക്ക്. ആ, ഓൾ ദ ബെസ്റ്റ്. ഈവനിങ് ക്ലാസ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നാൽ മതി, ഞാനിവിടെ കാണും. உன் பேர நானே சொல்லி தரவா தரவா. நான் 300 மேகம் ஏறித்தா விந்தாண்டி வார உனக்கான. உன் பேர நானே சொல்லி தரவா தரவா. ദർശ